മീഡിയ പ്ലസിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. ഓണം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വികാരമാണ്, ഒരു കൂട്ടായ്മയാണ്, ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ ഒരു പര്യായമാണ് എപ്പോഴും ഓണ ആഘോഷങ്ങൾ എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ഒരു ഓണ ആഘോഷം അല്ല, പ്രത്യേകിച്ചും എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വളരെ ഹാപ്പിയായി ഇരിക്കുന്ന ഒരു സമയം. ഇന്ന് എൻ്റെ കൂടെ എത്തിയിരിക്കുന്നത് താരരാജാക്കന്മാരാണ്, കോമഡിയുടെ താരരാജാക്കന്മാർ. അവരുടെ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് മീഡിയ പ്ലസ് ചാനലിലൂടെ പൊന്നോണ മഹോത്സവം എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ചിലപ്പോഴെങ്കിലും നമ്മുടെ ജോലി ഭാരങ്ങളൊക്കെ മാറ്റിവെച്ച് വൈകുന്നേരം അല്ലെങ്കിൽ ഒരു സായം സന്ധ്യ സമയത്ത് ചാനലിന് മുന്നിൽ ഇരിക്കുന്ന സമയം നമ്മുടെ ടെൻഷൻ മാറ്റിവെക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സുന്ദരമായിട്ടുള്ളൊരു സമയത്ത് നമ്മൾ ഒരുപാട് കുടുകുടാ ചിരിപ്പിക്കുവാൻ വേണ്ടി ചിലപ്പോഴെങ്കിലും പല ആൾക്കാരും പറയാറുണ്ട്, നിങ്ങളുടെ കോമഡി കണ്ട് ഞങ്ങളുടെ അല്ലെങ്കിൽ ജോലി ഭാരങ്ങളും അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന ടെൻഷനൊക്കെ നമ്മൾ മറക്കാറുണ്ടെന്ന് പൊതുവെ ചില പ്രേക്ഷകർ പറയാറുണ്ട്. അങ്ങനെ നമ്മളെ എത്രയോ വർഷക്കാലമായിട്ട് പല പല ചാനലുകളിലൂടെ വേദികളിലൂടെ ചിരിപ്പിച്ച പ്രിയപ്പെട്ട കലാകാരന്മാരാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. റോയൽ സ്റ്റൈലാണ് ഇവരെത്തിയിരിക്കുന്നത്, റോയൽസ് തിരുവനന്തപുരം. നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇങ്ങനെ തന്നെയാണോ എപ്പോഴും പുഞ്ചിരിയോട് കൂടി തന്നെയാണോ എല്ലാ കാര്യങ്ങളും? അശ്വിനെ പറ. തീർച്ചയായും ഇങ്ങനെ തന്നെ വേണം. ബി ഹാപ്പി ആൻഡ് മേക്ക് others happy with your presence. പൊന്നേ, വേണ്ടായിരുന്നു. ഇതിന്റെ ബാക്കി സുരേഷ് സുരേഷ് പറ, ബാക്കി വിട്ടുകൊടുക്കാൻ പാടില്ല. പറ ബി ഹാപ്പി. അത് Be happy and make others happy with your presence. That's it. ഹാപ്പി ഓണം. മറ്റേ പറ സുരേഷ്, ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. അതടി. വെരി ഗുഡ്, വളരെ സന്തോഷം. കാരണം റോയൽസ് തിരുവനന്തപുരം അല്ലേ, ഇപ്രാവശ്യത്തെ ഒരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്ന ടീമിന് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്ന എന്താണ്? ജോക്ക് ടാലന്റ് ജംഗ്ഷൻ. ജോക്ക് ടാലന്റ് ജംഗ്ഷൻ. അപ്പോൾ അതിൽ തമാശ വരും, ടാലന്റ് ഷോ വരുന്നുണ്ട്, ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു കവല അല്ലേ? ശരി ശരി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പല പല ചാനലുകളിലൂടെയൊക്കെ സാറ്റലൈറ്റ് ചാനലിലൂടെയൊക്കെ നമുക്ക് പരിചയമുള്ള പ്രിയപ്പെട്ട മുഖങ്ങളാണ് ഇന്ന് നമ്മളോടൊപ്പം. അവരുടെ ഓണവിശേഷങ്ങളും അതുപോലെ തന്നെ സ്റ്റേജിലെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. എത്ര ദിവസമായി നിങ്ങളുടെ റോയൽസിന്റെ ക്യാമ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഓൾറെഡി ഒരു കൊട്ടാരക്കരയിൽ ഒരു 3 ദിവസമായിരുന്നു സ്കിറ്റിന്റെ എഴുത്ത് പരിപാടിയൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് 4ാമത്തെ ദിവസമാണ്. ശരി. ഇതുപോലുള്ള മെഗാ ഷോ അല്ലെങ്കിൽ ഇതുപോലുള്ള ടീമുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കുടുംബം തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഒത്തുചേരുന്നതിലുപരി നമ്മൾ വർഷങ്ങളായിട്ട് അറിയാവുന്നവരല്ലേ, എല്ലാവരും പരസ്പരം അറിയാം, ഫാമിലി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ നല്ല സൗഹൃദത്തിലായി എല്ലാം മനസ്സൊക്കെ കൃത്യമായിട്ട് പരസ്പരം എല്ലാവരുടെ സ്വഭാവവും മനസ്സും കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാർ. അതങ്ങനെ വരുള്ളൂ. കാരണം വെച്ചാൽ ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ 3 പേരും ഒരുമിച്ച്, നമ്മൾ എല്ലാവരും കൂടെ ഒരു റൂമിൽ തന്നെയാണ് ഒരു നമുക്ക് പിരിയുന്നില്ല. എപ്പോഴും ആ ഒരു ഹാപ്പി ഉണ്ടാവും അല്ലേ? എന്റെ വൈഫ് പറയുന്നത്, ഞാൻ വീട്ടിൽ അവിടെ നിൽക്കുന്നതിനെക്കാട്ട് കൂടുതൽ ബിജു പുഴിയുടെ കൂടെ. ആ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വീട്ടിൽ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ സ്ത്രീവേഷം കൂടെ ആയതുകൊണ്ട് അതുകൊണ്ട് പ്രശ്നമാണ്, ഏറ്റവും വലിയ പ്രശ്നം. നാട്ടിലും പ്രശ്നമാണ്. അത് മൈക്ക് പറയാ കിട്ടത്തില്ല. വീട്ടിലും മാത്രമല്ല നാട്ടിലും പ്രശ്നം. നാട്ടിൽ ഈ സ്ത്രീവേഷം കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അല്ലേ? ശരി, നമുക്ക് ഈ കുഞ്ഞുമോനിൽ തുടങ്ങാം. മൈക്ക് ഇവിടെ കൊടുക്കും. പറ വിശേഷങ്ങൾ പറ, പേര് പറ. അതിശയ്. സുഖമായിരിക്കുന്നു അതിശയ്? ഇപ്രാവശ്യത്തെ ഓണാഘോഷങ്ങളൊക്കെ എങ്ങനെയാണ്? അടിപൊളിയാണോ? ഇപ്പൊ എത്രയിലെത്തി അതിശയ്? 6ലെത്തി. ഏത് സ്കൂളിലാണ് പഠിക്കണേ? ഇതിലിപ്പോ കൈകാര്യം ചെയ്യുന്ന ഡാൻസ് സെക്ഷൻ ആണോ ആള് കൈകാര്യം ചെയ്യുന്നത്? അതിലെന്താണ്? നമ്മൾ വിചാരിക്കുന്ന നടക്കൊന്നുമല്ല, ഇങ്ങനെ ഇരിക്കുന്ന നോക്കണ്ട. സ്റ്റേജിൽ പുലിയാണ്. പിന്നെ പുലിയാണ്. വെരി ഗുഡ്. എന്തൊക്കെയാണ് ഹോബീസ്, എന്തൊക്കെയാണ് വിനോദങ്ങള്? എനിക്ക് ഹാറ്റിംഗ് ചെയ്യാൻ ഇഷ്ടമാണ്, പിന്നെ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്, യോഗ ഇഷ്ടമാണ്. നമുക്ക് എല്ലാരും യോഗ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. യോഗയുടെ ആള് പൊടിയൂരാണ്. അറിയാവുന്നവർക്ക് അറിയാം, പൊടിയൂരാണ് യോഗയുടെ ആള്. യോഗന്റെ ആളല്ലേ? ഇതെന്തോ ഇവിടെ വെച്ച് കുത്തിയ പോലെ സംസാരം. അല്ല, ഇത് നേരത്തെ പ്ലാൻഡ് ആണ്. നിനക്കുള്ള പണി ഞാൻ വേറെ തരുന്നു. അതെ അല്ലേ? ശരി. ഓക്കെ, ഇപ്രാവശ്യം നമ്മുടെ ഈ അങ്കിളുമാരെന്ന് പറയാം അല്ലേ, ചേട്ടന്മാര്. അത് സുഖം. ഞങ്ങളെല്ലാം അങ്കിളെന്നും ഇത് ആന്റിന്നും വിളിച്ചാണ്. ഓക്കെ, ഇപ്രാവശ്യം ഇവരുടെ കൂടെയുള്ള ഒരു എന്താ പറയാ, റോയൽസുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം എങ്ങനെയാ? എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ്. എന്തൊക്കെ സ്റ്റേജിൽ കയറുന്ന സമയത്ത് ഇവരൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരല്ലേ? സ്റ്റേജ് കണ്ട് അല്ലേ തഴമ്പിച്ച ആൾക്കാരാണ്. ഇവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എന്താണ്? ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? ഏതും കൊന്നു പറ കൃത്യമായിട്ട്.
വീഴാതെ കളിക്കണം അതാണ് മെയിൻ. എങ്ങനെ വീണ് കഴിഞ്ഞാലും 4 കാലിൽ. അപ്പൊ ഈ പൊഴിയൂര് കൊടുത്തൊരു ഉപദേശം ഞാൻ കേട്ടതാ. അതായത് നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ മോനെ അത് ചെയ്യണം, പക്ഷെ പൊഴിയൂര് മാറ്റി നിർത്തി അവനെ ഉപദേശിച്ചു അത് ചെയ്യേ. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എന്തെന്നറിയാം മോനെ, ഒരു കാരണവശാലും നമ്മൾ ഈ പ്രോഗ്രാമാണ് സാരി ഉടുക്കുക ഫീമെയിൽ ചെയ്യാൻ തുടങ്ങരുത്. തുടങ്ങിയാൽ പിന്നെ നമുക്ക് നിർത്താൻ പറ്റൂല. അതാണ് ഇവൻ കൊടുത്തൊരു ഉപദേശം. അത് മോനോട് മാത്രമല്ല, ഒരുപാട് ഇവിടെ ഫീമെയിൽ ചെയ്യാൻ വരുന്നവരോടൊക്കെ എനിക്കിത് പറയാം. അല്ല, അത് ഈ ചില ഇതിൽ പറയാറുണ്ട്, ഒരു സീരിയലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഒരു പോലീസ് വേഷം ചെയ്തിട്ട് അത് ഹിറ്റായി കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് കിട്ടുന്നത് പൂർണ്ണമായിട്ടും പോലീസ് വേഷമായിരിക്കും. പക്ഷെ ഇത് ഹിറ്റും അല്ലല്ലോ. പിന്നെ അല്ല അങ്ങനെ അതിൽ മാത്രം, അല്ലെങ്കിൽ സ്ത്രീ കഥാപാത്രം മാത്രം ചെയ്യാൻ ഒരു കംഫോർട്ട് ആയിട്ടുള്ള ഒരു ഇത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ശരിക്കും ഞാൻ ട്രൂപ്പിൽ ആദ്യമായിട്ട് വരുന്ന സമയം കോളേജ് ലെവലിൽ ഡിഗ്രി. ഏത് വർഷം? അത് ഒരു 2000. അത് കൂടി പറയല്ലേ, ഏത് വർഷം? ഞാൻ പറയാം, 2002 2003 കാലഘട്ടം. ആ സമയത്തുണ്ട്. ഉപ്പ് സത്യാഗ്രഹത്തിന് സ്റ്റേജ് പരിപാടി ഇതാളാ. അപ്പൊ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റ് ട്രൂപ്പിൽ കയറിയപ്പോഴേക്കും അപ്പോൾ അവർ പറഞ്ഞു അത്യാവശ്യം കോമഡി ചെയ്യാനൊക്കെ നമുക്ക് ഇങ്ങനെ ട്രൂപ്പിൽ കയറിയാൽ മതിയെന്ന്. അപ്പോൾ ട്രൂപ്പിൽ കയറി വന്നപ്പോഴേക്കും എല്ലാവരും ഓരോന്നിനും കോമഡി ചെയ്യാൻ ഒരാളായി. പിന്നെ അതിന്റെ ഫിഗർ ഷോ, സ്റ്റാർ, ഗാനമേള. അന്ന് ഞാൻ മിമിക്സ് ഗാനമേള ഉണ്ടായിരുന്നു. ഞാൻ സ്ട്രിങ്ങും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ അവർ തന്നെ പറഞ്ഞു, എടാ നിന്റെ ഒരു മുഖത്തിന്റെ ഒരു സൗന്ദര്യമൊക്കെ വെച്ച് ഫീമെയിലാ കൂടുതലും നന്നായിട്ട് ചേരുന്നത്. അപ്പൊ ആദ്യം ഫീമെയിൽ ചെയ്തപ്പോ തന്നെ നന്നായിട്ട് കയ്യടിയൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. അന്ന് ഈ ചെയ്ത സമയത്ത് പെമ്പിള്ളേരൊക്കെ വന്നിട്ട് എന്തൊക്കെ കമന്റ് പറഞ്ഞു? അന്ന് വേറൊരു കാര്യം, അസൂയതൊന്നല്ലേ അന്ന് നമ്മൾ ഈ സ്ത്രീ വേഷം ചെയ്യുന്നവരുടെ പെൺകുട്ടികൾക്ക് പ്രത്യേക ഒരു താല്പര്യമൊക്കെ ഉള്ള അങ്ങനെയുണ്ട് അല്ലേ, ഒരു ചെറിയ പ്രേമം. സ്ത്രീ വേഷം ചെയ്യുന്ന ആൾക്കാരോട് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ടോ? ഇപ്പൊ അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു. അവരെ ഒഴിവാക്കി, ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു സ്ഥിരം. അശ്വിൻ, ലൈഫ് മാറ്റിമറിച്ചത് ഒരുപാട് വേദികളിലൊക്കെ പ്രോഗ്രാമുകൾ പ്രത്യേകിച്ചും കൈകാര്യം ചെയ്യുന്നത് മാജിക്കുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്, ചാനലിലൊക്കെ ചെയ്യുന്നുണ്ട്. ബിഗ് ബോസ് ലൈഫ് ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. ഒരുപാട് നെഗറ്റീവ്സ് വന്നത് ബിഗ് ബോസ് ശേഷമാണ്. അതെ, നെഗറ്റീവ്സ് ആണ് ആൾക്കാർ നമ്മൾ എപ്പോഴും. അല്ല, ഒരു കലാകാരന് നെഗറ്റീവിലൂടെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റും. കാരണം നമ്മുടെ ലൈഫ് എപ്പോഴും ഒരേ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആവാൻ പറ്റുന്ന വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്പെഷ്യലി ഇന്നത്തെ കാലത്ത് നമ്മൾ നെഗറ്റീവ് ഒന്നും പെട്ടെന്ന് നമുക്ക് ഒരു വീഡിയോ നെഗറ്റീവ് വീഡിയോ ആണെന്ന് നോക്കിയോ പെട്ടെന്ന് വൈറലാവും. പക്ഷെ നല്ല പോസിറ്റീവ് ആണെങ്കിലും ഭയങ്കര. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് പറയുന്നത് സന്തോഷ് പണ്ഡിറ്റാണ്. സന്തോഷ് പണ്ഡിറ്റുണ്ട്, കൂടാതെ നമ്മുടെ വിനായകനില്ലേ, നടൻ വിനായകൻ. അദ്ദേഹത്തിന് മാത്രം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ലൈഫ് എപ്പോഴും ഒരു വലിയൊരു നെഗറ്റീവ് ചിലപ്പോൾ വരും, പക്ഷെ അത് ഒരു സിനിമയുടെ അറിയാതെ വന്നു പോകുന്ന കാര്യങ്ങളാണ് ആയിരിക്കും. ചിലപ്പോൾ മനപ്പൂർവ്വം ഇടുന്നതായിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ സെക്കൻഡ് തിങ് അവർ ഒരു ചെറിയൊരു പോസ്റ്റ് ഇടുമ്പോൾ അത് പെട്ടെന്ന് വൈറലാവും, അതിനെക്കാട്ട് ഉയരങ്ങളിലേക്ക് എത്തും. സോ നമ്മുടെ ലൈഫ് ഇങ്ങനെ ഗ്രാഫ് പോയാൽ മാത്രം ലൈഫ് ജിങ്കാലല്ല. നമ്മൾ ഈ ലാലേട്ടൻ സിനിമ അഭിനയം തുടങ്ങുന്ന സമയത്ത് നമ്മളെല്ലാവരും വെറുത്തിരുന്നു എന്നാണ് പറഞ്ഞത്. പൊതുവെ പറയാറുണ്ട് ലാലേട്ടൻ്റെ അഭിനയം തുടങ്ങുമ്പോൾ ഈ ഭയങ്കരമായിട്ട് വെറുത്തിരുന്നു. കാരണം വില്ലൻ വേഷങ്ങളിലൂടെയാണല്ലോ കൂടുതൽ വന്നത്. ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ വെറുത്ത് 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 ഇഷ്ടപ്പെട്ടവരാണ് മലയാളികൾ എന്ന് പറഞ്ഞത്. സത്യമല്ലേ? ഓക്കെ, ഇങ്ങനെ ഒരു മനഃപൂർവ്വമാണെങ്കിലും നെഗറ്റീവ് കമന്റുകൾ ആസ്വദിക്കുന്ന ഒരാളാണോ താങ്കൾ? ആദ്യമായിരുന്നു, പക്ഷേ ഇപ്പം എക്സ്ട്രീം കമന്റ്സ് വരുമ്പോൾ ഞാനിപ്പോൾ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. 2 കഴക്കൂട്ടം സ്റ്റേഷൻ 2-3 ഏറ്റവും വലിയ കോമഡി ഈ നെഗറ്റീവ് കമന്റ്സ് കൂടുതലും ഇടുന്നത് 15, 16, 17 വയസ്സുള്ള പയ്യന്മാരാണ്. അതെ, പയ്യന്മാരാണ് ഇടുന്നത്. സ്പെഷ്യലി കൊച്ചു പിള്ളേർക്ക് കണ്ടുകൂടാ, അവർക്ക് പോലെ എന്നെ കണ്ടിട്ട്. പക്ഷെ അവര് വെറുതെ ഇടുന്നതാണ്. പക്ഷെ അവര് ഇടുന്നത് വളരെ വൃത്തികെട്ട കമന്റ്സ് ആയിരിക്കും. ആദ്യമൊക്കെ ഞാൻ വെറുതെ വിട്ടു. രണ്ടാം ഞാൻ നേരെ പോയി സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തു. അപ്പോൾ നേരെ വിളിക്കും സ്റ്റേഷനിലേക്ക്. വിളിക്കുമ്പോൾ അവർ അച്ഛനും അമ്മയായിട്ട് പറയും, ചേട്ടാ എന്നെ രക്ഷിക്കുന്നു ചേട്ടാ, ഞാൻ ഇപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ തന്നിരിക്കുന്ന ചേട്ടാ, പ്ലീസ് ചേട്ടാ. അപ്പോൾ അത് പറയാൻ അവർക്കറിയാം. അവർക്ക് വൃത്തികെട്ട കമന്റ്സുകൾ ഇടാനായിട്ട് ഒരു പ്രശ്നമല്ല. അപ്പോൾ ഞാൻ പറയില്ല, നീ നേരെ ലൈവ് കയറിയിട്ട് അല്ലെങ്കിൽ എന്നെ മെൻഷൻ ചെയ്ത് സ്റ്റോറി ഇടാൻ പറയും. അപ്പോഴത്തേക്കും ഞാനത് ക്ലോസ് ചെയ്തിട്ട്, അല്ലാതെ വേറെ എൻ്റെ ബാക്കിൽ പോകാം. പക്ഷെ ഞാൻ പറയുന്നത്, ഒരാൾ നെഗറ്റീവ് കമന്റ്സ് ചെയ്യുന്നത് എന്ത് സുഖമാണ് അവർ കിട്ടുന്നത്. സോ ദാറ്റ്സ് ഒരു ഇടയ്ക്കൊരു വൃത്തികെട്ട കമന്റ്, എൻ്റെ അമ്മ മരിച്ചു പോകണം എന്ന് വരെ പറഞ്ഞ് കമന്റ് ഇട്ടു. ഞാൻ നേരെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഞാൻ സ്റ്റേഷനിലേക്ക് പോയി. ഞാൻ പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ കമന്റ് ഇടുന്നത്? കാരണം ഒരാളെ അമ്മയെ പറ്റി പറയുക, വെറുതെ കുറെ നെഗറ്റീവ്സ്. പക്ഷേ ബട്ട് സ്റ്റിൽ ഹാപ്പി. അവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, നമ്മൾ മുന്നോട്ട്. ഓരോ നെഗറ്റീവ് നമുക്ക് കിട്ടുന്ന സാമ്പത്തിക എണ്ണം കൂടിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും അതെ, നമുക്ക് അതൊരു കണ്ടന്റ് മേക്ക് ചെയ്യാനുള്ള ചാൻസ്. അല്ല, അത് പറഞ്ഞപ്പോഴാണ്, സുമിത്തും ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ സുമിത്തിന് ബേസിക്കലി അറിയാം, നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് ഒരു സ്കിറ്റ് ഉണ്ടാകുന്നത്. ഈസി അല്ല അത്. ചിലപ്പോൾ അത് മോശമാവും, അത് നന്നാവാത്ത നമ്മുടെ തലവര പോലെ ഇരിക്കും. ചിലപ്പോൾ പെർഫോമൻസിലായിരിക്കും വീഴുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ സ്കിറ്റിൽ കൗണ്ടർ ഉണ്ടാവാറില്ല. പക്ഷെ ഇതൊക്കെ പിന്നെ ചിലപ്പം ഒറ്റ സല്യൂട്ട് അടിയിലും രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാർ. അത് കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്.
ആണ്. അപ്പൊ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഒരു സ്കിറ്റ് ഉണ്ടാക്കുമ്പോൾ ഈ സ്കിറ്റ് അങ്ങ് ചീത്തയായി പോട്ടെ എന്ന് വിചാരിച്ച് ആരും സ്കിറ്റ് ചെയ്യാറില്ല. അപ്പോൾ എന്തെങ്കിലും ഫാക്ട്സ് അതിന് കുറേ എലമെന്റ്സ് ഉണ്ടല്ലോ, അത് ഏതെങ്കിലും ഒരു വീക്ക് പോയിന്റ് കൊണ്ടായിരിക്കും ചിലപ്പോൾ സ്കിറ്റ് വീണ് പോകുന്നത്. പിന്നെ നമ്മൾ എടുക്കുന്ന എഫർട്ട് എന്താണെന്ന് അറിയാൻ വയ്യാതെ ഇതിന്റെ ബാക്കിൽ നിൽക്കുന്നവർക്കറിയാം നമ്മൾ എത്ര ദിവസം ഇതിനു വേണ്ടി അതാണ് സുമിത്തിന് ഉറപ്പായിട്ട് അറിയാൻ പറ്റും. തീർച്ചയായും ഇപ്പൊ മീൻസ് ഞാൻ പറയാം, ഒരു പറമ്പ് കളയ്ക്കാമെന്ന് ഒരു ചേട്ടൻ, പുള്ളി രാവിലെ 8 മണി മുതൽ 12 മണി വരെ കളിച്ച അയാളുടെ ശാരീരിക അധ്വാനം മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മളൊരു സ്കിറ്റ് ഉണ്ടാക്കാൻ എടുക്കുന്ന എഫർട്ട് എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറി അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്ത് അത് മാത്രം കൊണ്ട് അദ്ദേഹത്തെ കാട്ടി ഈ പറമ്പ് കളിക്കാൻ വരുന്ന ചേട്ടനെ കാട്ടി ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾക്കാരാണ് അല്ലേ നമുക്ക് പലവിധമാണ്. അപ്പം അത്രയും എഫർട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സാധനം നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, അത് വന്നിട്ട് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെ ഇത് മോശമാണ് എന്ന് കമൻറ്റ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. അതെ, പക്ഷേ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നവരെ പറയാനുള്ള അവകാശം ഒരിക്കലും ആർക്കും കൊടുത്തിട്ടില്ല. ഇത് നമുക്ക് അവരോടൊപ്പം താഴാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അടിയിൽ ചെന്ന് കമന്റ് ഇടാത്തത്. അല്ലെ എൻ്റെ അച്ഛനെ പറഞ്ഞാൽ എനിക്ക് അവരുടെ അത്രയും ചീപ്പല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. ഓക്കെ, ഈ എത്ര വർഷമായി ഇപ്പം ഈ മിമിക്രി വേദിയിൽ ഇപ്പൊ എത്ര വർഷമായി? ഞാൻ സ്റ്റേജിൽ ഇപ്പോൾ 20ാമത്തെ വർഷമാണ്. യഥാർത്ഥത്തിൽ ഒരു സ്റ്റേജ് ആണ് എൻ്റെ ലൈഫ് എന്ന് തോന്നിയത് എപ്പോഴാണ്? അല്ലെ, ഇതായിരിക്കും എൻ്റെ മുന്നോട്ടുള്ള ഒരു യാത്രയിൽ ഏറ്റവും പ്രാധാന്യം സ്റ്റേജ് ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മ ആയിരിക്കും എന്നുള്ളത് ചിന്താഗതി തുടങ്ങിയപ്പോഴാണ്? നമ്മൾ തുടങ്ങുമ്പോഴേ എന്നെ സംബന്ധിച്ച് എൻ്റെ ആഗ്രഹം നമ്മൾ സ്റ്റേജ് തന്നെ ആയിരിക്കണം, നമ്മുടെ കലാഫീൽഡിൽ തന്നെ ഉണ്ടാവണം. നല്ലോണം പഠിച്ച ആളാണെന്ന് പറയുന്നത് കേട്ടു. പിന്നെ ഒരുപാട് പഠിച്ചിട്ട് പിന്നെ 10 വരെ എണ്ണി തുടങ്ങുന്നവളെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ആഗ്രഹം അത് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ടേണിംഗ് പോയിന്റ് ഇതാണ് അല്ലെങ്കിൽ നമുക്ക് ഇതാണെന്ന് തോന്നിയ എന്തെന്ന് വെച്ചാൽ ഞാനൊരു സെക്യൂരിറ്റി മുസ്തഫ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരത്തെയൊക്കെ ആൾക്കാർ നമ്മൾ മറ്റുള്ള ചാനലിൽ ചെയ്യുമ്പോഴും കോമഡിയിലുള്ള ആളല്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മുടെ പേരെടുത്ത് പറയാനും ഇന്ന ക്യാരക്ടർ അല്ലേ എന്ന് പറയാനും തുടങ്ങിയത് ആ ഒരു സ്റ്റേജിലാണ്. അപ്പോൾ അതാണ് നമുക്ക് അത് കുഴപ്പമില്ല നമുക്ക് മുന്നിൽ. പിന്നെ അവിടുന്ന് ഈ പേര് അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രം വിശ്വസിച്ച് തന്നതാരാ? അത് ഷിബു കുഞ്ചറയും എബ്രഹാം ദച്ചേരിൽ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരാണ്. അപ്പം വെറുതെ പോകുന്നൊരു ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ എൻ്റെ എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കാം അതിനെ അതങ്ങനെ പരുവത്തിലെത്തി സെറ്റായിട്ട്. അതിലൂടെ പിന്നീട് എനിക്ക് തോന്നുന്നു ഈ സെക്യൂരിറ്റി മുസ്തഫ എന്നുള്ളൊരു മീൻസ് പേരിനോടൊപ്പം തന്നെ ഈ ഒരു ബ്രാക്കറ്റിൽ ഇങ്ങനെ സെക്യൂരിറ്റി മുസ്തഫ എന്ന് പറയുന്ന ഒരു നാമധേയം വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ അല്ലേ നമ്മുടെ കാരണം നമ്മളൊരു 10 പേര് നിൽക്കുന്ന സ്ഥലത്ത് പോകുമ്പോൾ നമ്മളെ ഒരാളെ തിരിച്ചറിയുന്നു എങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. അത് മാത്രമല്ല അതിലും വലിയൊരു ഭാഗ്യം അവനുണ്ടായിട്ടുണ്ട്. നമുക്ക് ആ ഒരു കാര്യത്തിൽ അവൻ്റെ അസൂയാണ്. തെന്നിന്ത്യൻ നടന്മാരായ വിക്രം, ശിവകാർത്തികേയ, പിന്നെ അതുപോലെ തന്നെ ഷക്കീല ചേച്ചി, അങ്ങനെ ഒരുപാട് പേരോട് ഈ കൈ കൊണ്ട് ഇതുപോലെ ഒരുപാട് പേരെന്നെ കൈ പിടിച്ചിട്ടുണ്ട്. അല്ല, വിക്രമായിട്ട് ചെയ്ത എപ്പിസോഡൊക്കെ അദ്ദേഹമൊക്കെ വളരെ ഡൗൺ ടു എർത്തായിട്ടുള്ള മനുഷ്യനാണ്. കാരണം നമ്മളോടൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിനോടൊക്കെ നമുക്കൊരു 5 മിനിറ്റ് 5 മിനിറ്റ് നമ്മളെ സിനിമയിൽ അഭിനയിക്കുന്നതിന്. ഈ സ്ത്രീ കഥാപാത്രം ഒരുപാട് വർഷമായി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എൻ്റെ നെഞ്ചത്ത് വാ. അതായത് ഈ ഇങ്ങനെ ഒരു കഥാപാത്രത്തിൽ മാത്രം ഒതുങ്ങുമ്പോൾ എപ്പോഴെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ നെഗറ്റീവുകൾ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഫാമിലിയുടെ ഭാഗത്തുനിന്നൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. എടാ എന്തിനാ നീ അത് മാത്രം അല്ലെങ്കിൽ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താണെന്നറിയാമോ, ഇപ്പൊ ഇവര് കളിയാക്കി പറയുന്നുണ്ടെങ്കിലും ഭയങ്കര കഴിവാട്ടോ, അതൊന്നും എല്ലാവർക്കും കിട്ടുന്നില്ല. ഇവര് സത്യ പറയുന്നേ, നമ്മളുള്ള കാര്യമില്ല. ഇല്ല, അത് ഫീമെയിൽ ചെയ്തിട്ട് എനിക്ക് ഇന്ന് വരെ നെഗറ്റീവ് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. എന്നാൽ ഒരുപാട് പോസിറ്റീവ് എല്ലാവരും പറഞ്ഞിട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ നെഗറ്റീവ് അനുഭവിക്കുന്നത് ഞാനാണ്. ഈ കഴിഞ്ഞ ദിവസം മനോരമ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പറഞ്ഞാൽ നിനക്ക് അപ്പം എനിക്ക് ഈ മെയിൽ ക്യാരക്ടർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഞാനൊരു ഞാൻ സുരേഷ് കൂടെ ചെയ്യണം, അതിലേക്ക് വരാം. അപ്പോൾ മെയിൽ ക്യാരക്ടർ ചെയ്യാൻ ചോദിച്ചാൽ സാർ പറഞ്ഞു വേണ്ട, നീ മെയിൽ ക്യാരക്ടർ ചെയ്താൽ സ്കിറ്റ് ആക്കൂല, നീ ഒരു കാര്യം ചെയ്താൽ നിനക്ക് ഞാനൊരു 6 ബ്ലൗസോ 6 അടിപ്പോ. അപ്പൊ പുള്ളി രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു ഇവിടെ എനിക്ക് പറ്റുന്ന കോസ്റ്റ്യൂം അളവില്ല, പുള്ളി പാക്കറ്റിൽ നിന്ന് പൈസ കൊടുത്തിട്ട് നിനക്ക് വേണ്ടി ഞാൻ 6 സാരി 6 ബ്ലൗസ്. ഇപ്പൊ നിലവിൽ എത്ര ഡ്രസ് ഉണ്ട്? ഇപ്പം വേറെ കാര്യമുണ്ട്. ഇപ്പൊ മനോരമയുടെ കോസ്റ്റ്യൂമിനകത്ത് പെണ്ണുങ്ങൾക്ക് ശരിക്കും സ്ത്രീകൾ ചെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ ഈ ബിജു പൊടിന്റെ അളവിനുള്ളത് ഇത് മതിയാവോ? ഇപ്പൊ അങ്ങനെ വന്നു ആ അവസ്ഥ. അതുപോലെ സുമിത്തെ, പിന്നെ സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. എന്നെ ഇപ്പൊ ഇവിടെ ബംഗാളി എന്ന് പറഞ്ഞ് തിരിച്ചറിയാറുണ്ട്. ഏഷ്യാനെറ്റിലെ ബംഗാളി എന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരിച്ചറിയുന്ന ബംഗാളിയാണ്. പിന്നെ ഇപ്പൊ ഇവിടെ വന്നിട്ട് സ്ത്രീ വേഷങ്ങൾ ചെയ്യുന്നേ ഉള്ളൂ. അതുപോലെ ഞാനൊരു ഗുണ്ട ചെയ്തൊരു കഥയുണ്ട്, അത് സുരേഷ് പറയും. സുരേഷ് ഏട്ടാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പറ. സുഖമായിട്ടിരിക്കുന്നു. ഹാപ്പി ആണല്ലോ? വയറൊക്കെ കുറച്ച് കൂടിയോന്ന് സംശയം. അതിൽ ആദ്യം ഇട്ടുകൊണ്ടുവന്ന ഷർട്ട് മാറ്റി കോമഡി പറയുന്നതിനെക്കാട്ട് മുമ്പ് ഷർട്ട് അപ്പോഴേ മാറ്റി കളഞ്ഞു. പറയൂ, ഈ നമ്മുടെ സ്റ്റേജ് വിശേഷങ്ങളും ചാനൽ വിശേഷങ്ങളൊക്കെ. സ്റ്റേജ് വിശേഷങ്ങളൊക്കെ
ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഗംഭീരമായിട്ട് പോകുന്നു. കേരളത്തിലെ പല പല ജില്ലകളിലൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എല്ലാ മീൻസ് കാസർഗോഡ് ടു തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലും ഏറ്റവും കൂടുതൽ ആസ്വാദകർ ഉണ്ട് എന്ന് തോന്നിയ ജില്ല ഏതാണ്? പ്രത്യേകിച്ചും മെഗാ ഷോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു പരിപാടിക്ക് ഏറ്റവും കൂടുതൽ ആസ്വാദകർ കൂടുതലാണ്, അവർ കൂടുതലായിട്ട് മറ്റ് ജില്ലേനെ അപേക്ഷിച്ച് ആസ്വാദകർ അല്ലെങ്കിൽ ആസ്വദിക്കുന്നു എന്ന് തോന്നിയ ഏത് ജില്ലയാണ്? അങ്ങനെയൊന്നുമില്ല, നല്ല പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എല്ലാ ജില്ലകളിലെ ആൾക്കാരും നല്ല ആസ്വാദനത്തിന്റെ ലെവൽ വ്യത്യാസമുണ്ട് ഓരോ ജില്ലക്കാർക്കും. ചില ആൾ പറയും ഈ തിരുവനന്തപുരത്തുള്ള ഒരു സ്റ്റൈലുണ്ട്, എപ്പോഴും ഒരു സിനിമാറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു വിഷ്വലാണ്. അല്ലെ തുടക്കം തൊട്ട് അവസാനം വരെ ഒരു സിനിമ കാണുന്നത് പോലെ. ഇതേ സാധനം നമുക്ക് നമ്മുടെ കണ്ണൂർ ഭാഗത്ത് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ അത് അത്ര ആസ്വാദനം ഉണ്ടാവും? ഇല്ല. വ്യത്യാസം വരും, പിടിക്കും. അപ്പോ അങ്ങനെ ഒരു പ്രോഗ്രാം വരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം? നമ്മൾ ആ സിനിമ മോഡിൽ ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ പ്രൊജക്ടറിൽ കാണിക്കുന്ന സാധനങ്ങളെല്ലാം കട്ട് ചെയ്യും. കട്ട് ചെയ്തുകൊണ്ട് ലൈവ് മാത്രം. അവിടെ സ്പീഡായിരിക്കണം അല്ലേ? സ്പീഡായിരിക്കണം. പിന്നെ എവനെയും മാറ്റും. ഏറ്റവും ഒടുവിൽ അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ കൂട്ടത്തിൽ ഞാനും ക്യാമ്പിന് വന്നത് വെറുതെ. അല്ല, യവനെ മാറ്റുമ്പോൾ തന്നെ പുതുമയായി, പിന്നെ ടെൻഷൻ ഇല്ല. ശരി. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പൊഴിയൂരിന്റെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. സ്കിറ്റിന്റെ അത് നമ്മൾ വിട്ടു പോരുത്. നമ്മൾ രണ്ടും കൂടെ ഒരു സ്കിറ്റ് കളിച്ചു. ഫസ്റ്റിലെ ഒരു സ്കിറ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തു. ശരിയാ. അതൊരു ഗുണ്ടയുടെ സ്കിറ്റ്. അപ്പൊ ഗുണ്ട പുള്ളിയായിരുന്നു. അപ്പോൾ വിഷ്ണുഗോപാലിൻ്റെ സ്ക്രിപ്റ്റാണ്. വിഷ്ണുഗോപാൽ അവിടെ നിന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞ്, അണ്ണാ ബിജു അണ്ണാ നിങ്ങൾ ഗുണ്ട, ബെല്ലാൻഡ് അരുൺ ബെല്ലാൻഡ് കളിക്കുന്നത്. അപ്പോൾ ഗുണ്ടയെന്ന് കേട്ടപ്പോഴേ പുള്ളി റൂമിൽ നിന്ന് പുറത്ത് പോയി. പിറ്റേ ദിവസം കാണാനില്ല, അവിടെ നിന്ന് സ്ഥലം വിട്ട്. അപ്പോൾ ഫോണിൽ വിളിച്ച് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇല്ലടാ എനിക്ക് സുഖമല്ല, ഞാൻ പോരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ വിഷ്ണുഗോപാൽ എന്നെ വിളിച്ചിട്ട് അണ്ണാ അണ്ണന് ഗുണ്ട ചെയ്യാൻ പറ്റുമോ? അപ്പം ഞാൻ ഓക്കെ ക്യാരക്ടർ ഓക്കെ ആയപ്പോഴത്തേക്ക് പറഞ്ഞു, പുള്ളിയെ വിളിച്ച് പറഞ്ഞ് മാമ്പുഴ ചെയ്യും, സുരേഷ് ചെയ്യും എന്ന് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി തിരിച്ച് ആരും അറിയാതെ വിഷ്ണുവിനെ വിളിച്ച്, ഗുണ്ട തന്നെ ചെയ്യണോ അതോ ഗുണ്ടയുടെ അമ്മ ചെയ്താൽ പോരേന്ന്? നമ്മളെ കൊണ്ട് അതേ ആവുമല്ലേ? അതേ പറ്റൂ. അത് കഴിഞ്ഞ് അടുത്ത സ്കിറ്റ് വീണ്ടും പ്ലാൻ ചെയ്യാം. പുള്ളി ഗുണ്ടയാ, അതിൽ ഗുണ്ട ഏറ്റെടുത്ത് ഞങ്ങൾ എന്നോടാണ് കളിക്കുന്നത്. ശരി. ഗുണ്ട ഇങ്ങനെ കളിച്ച് ഇങ്ങനെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുക, പോകുന്നില്ല, മുമ്പോട്ട് പോകുന്നില്ല. അപ്പോഴതും വിഷ്ണുവാണ്. വിഷ്ണു അപ്പോഴേ ട്വിസ്റ്റ് ഇട്ട് ഈ വാരിയലിൻ്റെ ഇടയിൽ ഒരു ഇടി അടിച്ചു കഴിഞ്ഞാൽ പുള്ളി പെണ്ണാവും, ഇനി അങ്ങനെ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചുമ്മാ ഒരു ഇടിയും കൊടുത്ത് പിന്നെ പെണ്ണായി. പക്ഷെ ഞാനിത് ഫ്ലോർ കണ്ടതാ, ഇവൻ ഈ ഗുണ്ട കളിക്കുന്നു, തലകുത്തി മറിയുന്നു, മരണ വീട്ടില് രാമായണത്തും വായിക്കുന്ന ശബ്ദമെങ്കിലും ഉണ്ട്. ഇത് അതും ഇല്ലാതെ കിടക്കുന്നു. 5 പോലും അടിച്ചില്ല, ഒന്നുമില്ല, പ്ലെയിൻ. പക്ഷെ ഈ ഇടി കൊണ്ടു താഴെ വീണു. അടുത്ത സെക്കൻഡിൽ പുള്ളി പെണ്ണായിട്ട് എണ്ണീച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒരു കയറ്റ വരുന്നു, ഒറ്റയടിക്ക് ബമ്പർ. അങ്ങനെ ചരിത്രത്തിൽ അങ്ങനെ വന്നിട്ടില്ല, ഒറ്റയടിക്ക് ബമ്പർ. ശരി. അതാണ് പൊഴിയൂർ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു പെൺവേഷം പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഇദ്ദേഹത്തിന് കൊടുക്കും. തീർച്ചയായിട്ടും അല്ലേ? കൊടുക്കാം. ഏത് രീതിയിലാണെങ്കിലും അല്ലേ? അതൊരു ആക്കിയച്ചിരി. അല്ല, നമ്മള് ഞാൻ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ, ഈ പൊഴിയൂരെ നമ്മൾ സൗഹൃദത്തിന്റെ പേരിലാണ് നമ്മൾ ഈ പറയുന്നതെങ്കിലും അത് നിസ്സാര കാര്യമല്ല. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നത്. പൊഴിയൂർ ഫീമെയിൽ ചെയ്ത ഒരിക്കലും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചിലർ ചെയ്താൽ അങ്ങനെ ഇതങ്ങനെ തോന്നുന്നില്ല. അത് വളരെ കംഫർട്ടബിൾ ആണ്, ഭയങ്കര സേഫ് ആണ്. അക്കാര്യം നമുക്ക് കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റ് കംഫർട്ടബിൾ ആയിരിക്കും. നമ്മൾ പറയുന്നെങ്കിലും അതും പറയണം. തീർച്ചയായും. അല്ല, ചില സത്യങ്ങളും പറയണല്ലോ. പറ, വിശേഷങ്ങൾ പറ, എന്തൊക്കെയാണ് വിശേഷം? വിഷ്ണുവിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എന്നോട് പറഞ്ഞു. വിഷ്ണു ഇപ്പോഴും ഈ കറുത്ത ഷർട്ടിന്റെ ചുരിദാർ കിടപ്പുണ്ട്, നിങ്ങൾക്ക് സംശയമുണ്ട് നോക്കാം. ഞാൻ വിഷ്ണു പറ, എന്തൊക്കെയാണ്? വിഷ്ണു ചന്ദ്രൻ. അതൊക്കെ ചോദിച്ചോ? അത് കൈന്നിട്ട് കഴിച്ചതാ. അല്ലല്ല, ഇത് ഞാൻ പറയട്ടെ, ഇത് ഞങ്ങൾ ഇങ്ങനെ ഒരു ലൊക്കേഷൻ നോക്കിയിരിക്കുകയായിരുന്നു. വിഷ്ണു പറന്തൽ എന്നാണ് അദ്ദേഹത്തിന്റെ നിലവിൽ ഇതുവരെയുള്ള പറന്തൽ വിഷ്ണു പറന്തൽ. അപ്പൊ അത് മാറ്റണം എന്ന് ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞു. കാരണം പുള്ളി പന്തൽ പണിയാണ് പുള്ളി, അതുകൊണ്ടാണ് പറന്തൽ പുള്ളി പറഞ്ഞു. അപ്പൊ അത് മാറ്റിയിട്ട് അല്ല വിഷ്ണു, ഇപ്പൊ വർക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ ജോലി ഉണ്ടെങ്കിലും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അല്ലേ? പിന്നെന്താ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള. പക്ഷെ ഇവിടെ തെറ്റിക്കും, അവിടെ പോയി തെറ്റിക്കും, അവിടെയാണ് വിഷയം. അപ്പൊ ഇന്ന് മുതൽ ഇദ്ദേഹത്തിന്റെ പേര് വിഷ്ണു ചന്ദ്രൻ എന്ന നാമധേയത്തിൽ അദ്ദേഹം അറിയാം. അത് ഗസറ്റഡിൽ നമുക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യണം കേട്ടോ. ഇതിപ്പോ എല്ലാവരും കാണുന്നുണ്ട്. വിഷ്ണു പറ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇവരുടെ കൂടെയുള്ള ഒരു ദിനങ്ങളും സ്റ്റേജും ഒക്കെ പറ. ശ്യാമന്റെ കൂട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു എത്ര വർഷമായി? 5 വർഷം 6 വർഷം 8ാമത്തെ വർഷം. സോറി,
8 വർഷമായിട്ടുള്ള പരിചയം. ഗുരു മറക്കത്തില്ല കേട്ടോ. ഗുരു മറക്കത്തില്ല. കാരണം എന്നെ ആദ്യം മൈക്കിന് മുന്നിൽ സ്കിറ്റ് കളിപ്പിച്ച ആളാണ് ശ്യാമണ്ണൻ. എന്നിട്ട് പഠിക്കാത്ത എന്താ 8 വർഷമായില്ലേടാ. ആശാൻ ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ല അതുകൊണ്ട് എന്താ ആശാന്റെ കൂടെ ഇപ്പൊ ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കാൻ പറ്റിയില്ലേ? അതെ അതെ. ആദ്യം ചെയ്ത സ്കിറ്റ് ഏതായിരുന്നു? ആദ്യം ചെയ്തത് ഒരു ബാലെ 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 ബാല ടൈപ്പ്. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഈ ബാലയ്ക്കൊക്കെ വലിയ സ്കോപ്പ് ഉണ്ടോ? ലൈവ് ആണോ അല്ലെങ്കിൽ ലൈവ് 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 ബാല അങ്ങനെയാണല്ലേ? റെക്കോർഡിംഗ് ബാല എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ചെയ്തല്ലേ? ശരി ചെയ്താണ്. അത് ഒരാൾക്ക് പകരം വന്ന് ചെയ്തതാ. അങ്ങനെ പിന്നെ പിറ്റേ വർഷമാണ് എൻ്റെ കൂടെ തന്നെ. അങ്ങനെ വന്ന് ചെയ്തപ്പോ നല്ല ഒരു അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഇപ്പൊ ആ പുള്ളിക്കാരൻ എവിടെയുണ്ട്? പുള്ളിയുണ്ട്. നിലവിൽ ഇപ്പം ചാനലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അയാൾക്ക് വയ്യാതെ വന്നപ്പോൾ പകരത്തിന് വന്ന ഞാൻ. അങ്ങനെ അങ്ങനെ വന്ന് ഒരു 10 സ്റ്റേജ് കളിച്ചു. അതല്ലേ ഈ ടീം റോയൽസിന്റെ ഒരു പവർ എന്താണ്? റോയൽസിന്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റ കൂട്ടായും വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തമാശകൾ കളിയാക്കലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മളെല്ലാവരും പറയാറില്ല ബഹുജനം പലവിധം എന്ന് പറയില്ല. എല്ലാവരുടെയും സ്വഭാവം പല പല ആൾക്കാർ പല പല സ്ഥലത്തുനിന്ന് വരുന്നത്. പക്ഷെ വേറെ സംഭവം എന്ന് വെച്ചാലേ ഏറ്റവും കൂടുതൽ ഒരു ഈഗോ ക്ലാഷ് വരുന്ന ഒരു ഫീൽഡ് അല്ലേ ഇത്? കലാഫീൽഡ് മൊത്തത്തിൽ ഈഗോ ക്ലാഷ് പൊതുവായിട്ട് വരുന്നതാണ് അല്ലേ? ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന അതേ പവർ തന്നെയല്ലേ ഒരു 10 ദിവസത്തുള്ള ഒരു ക്യാമ്പും? തീർച്ചയായിട്ടും അല്ലേ? പിന്നെ അത്രയും നമ്മൾ സ്ട്രെയിൻ എടുക്കണം. കാരണം നമുക്ക് സിനിമയെ സംബന്ധിച്ചോളം റീടേക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. പക്ഷെ നമുക്ക് ലൈവ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഉത്സവപ്പറമ്പിൽ നമുക്ക് റീടേക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലല്ലോ. ഇല്ല. അത് മാത്രമല്ല സ്കിറ്റ് മാത്രമല്ല, ഡാൻസ്, മാജിക് ഇതെല്ലാം കൂടെ നമ്മൾ ഇത്തരം ഒരു സ്കിറ്റ് കളിച്ചെന്ന് പറയുന്ന പ്രോഗ്രാം കയറുന്നില്ല. ഇപ്പൊ അശ്വിന്റെ കോൺട്രിബ്യൂഷൻ നമ്മളിലും ഒരു പിടി മേളിൽ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഗുണമുള്ളൂ. അതൊരു അതിശയം. അവന്റെ അതിശയന്റെ ആയാലും അങ്ങനെ, ഡാൻസേഴ്സിന്റെ ആയാലും അങ്ങനെ. പിന്നെ ഈവൻ ലൈറ്റ്, സൗണ്ട്, അതുപോലെ ഒരു സെറ്റ് വർക്ക് ചെയ്യുന്ന ഒരു അവന്റെ വരെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഉറപ്പായിട്ട് മൂക്കുത്തില്ല. പിന്നെ അപ്പോൾ ഇത് ഓണം പരിപാടികളൊക്കെ എങ്ങനെ ഇപ്പം നമുക്കറിയാലോ വയനാടുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഒരു പ്രശ്നങ്ങൾ കൂടുതലും വരുന്നതും നമ്മുടെ കലാകാരന്മാർക്ക് സ്റ്റേജുമായി ബന്ധപ്പെട്ട് ഒരു യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഒരു എന്താ പറയുക ഒരു കംഫോർട്ട് സോൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ കംഫോർട്ട് സോണിൽ എത്തിയിരിക്കുന്ന കലാകാരന്മാർ എന്ന് പറയുന്നത് വിരലിലെണ്ണാവുന്ന കലാകാരന്മാർ മാത്രമാണ്. തീർച്ചയായും ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സീസൺ ടൈം കിട്ടുന്ന ഒരു സാമ്പത്തികം, അതിലൂടെ ജീവിതം മുന്നോട്ട് പോയി അടുത്ത ഒരു ഓഫ് സീസൺ വരുന്ന സമയത്ത് കുറച്ച് കടങ്ങളും ഇതൊക്കെ എടുത്ത് സീസൺ ടൈമിൽ കിട്ടുന്ന സാമ്പത്തികം കൊണ്ട് അടച്ച് ഇങ്ങനെ പോകുന്നവരാ കുറെ കലാകാരന്മാർ. കുറെ അധികം നാടകമായാലും നാടൻപാട്ടായാലും ഗാനമേളയായാലും കോമഡി ഷോ ആയാലും അങ്ങനെ. പക്ഷേ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്നിട്ടും ശരിക്കും ഒരു കലാകാരന്മാർക്ക് വേണ്ടി ശബ്ദം ഉയർത്താത്തത് എന്താണ്? അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും എന്തെന്നറിയാം, നമ്മൾ 10 പേര് ചിലപ്പോൾ ഒന്നിച്ച് നിൽക്കും, ബാക്കി 10 പേര് ഒന്നിച്ച് നിൽക്കില്ല. അതിൻ്റെ കാരണം ഒരു പക്ഷേ ഞാൻ അതിനകത്ത് ഇടപെട്ടാൽ എൻ്റെ നാളത്തെ ഉപജീവനം ഇല്ലാതാവുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കാം. ഉണ്ടായിരിക്കാം തീർച്ചയായിട്ടും. ഇപ്പം ഇപ്പം നമ്മളെപ്പോലെ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കലാകാരന്മാർക്ക് ഈ ചാനൽ വർക്ക് അതും ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാതെ സ്റ്റേജ് മാത്രം ഉപജീവനമായിട്ട് നിൽക്കുന്ന കുറേ അധികം കലാകാരൻ, അല്ലെങ്കിൽ ഒരു 90% കലാകാരന്മാരും അങ്ങനെയാണ്. ബാക്കി 10% പേരെ കൂട്ടിയാൽ മതി വേറെ വർക്കുള്ളവർ. അപ്പോൾ ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഓണം ഒരു സീസൺ കഴിഞ്ഞാൽ പിന്നെ ഓണത്തിൻ്റെ പ്രോഗ്രാംസ്, അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. അവരുടെ വരുമാനവും, മക്കളെ പഠിപ്പിക്കുന്നവരുണ്ടാകാം, നഴ്സിങ്ങിന് പഠിപ്പിക്കുന്നവരും അല്ലാതെ പഠിപ്പിക്കുന്നതൊക്കെ ഉണ്ടാവും. അവരുടെയൊക്കെ ഒരു വരുമാനം, ഒരു ലക്ഷ്യം ഇതാണ്, ഈ ഒരു ആശ്രയം ഇതാണ്. പക്ഷേ അതിനെ പല സാഹചര്യത്തിൽ ഈ പറഞ്ഞ പ്രകൃതി ദുരന്തത്തിൽ പോലും ബാധിക്കുന്നത് ആ പ്രദേശത്തുള്ള ആൾക്കാരെക്കാൾ ഉപരി ഒരു പക്ഷേ കലാകാരന്മാരായിരിക്കും. കോവിഡൊക്കെ വന്ന സമയത്തൊക്കെ ശരിക്കും അല്ല, അവരെ സഹായിക്കേണ്ടെന്ന് ഒരിക്കലും പറയുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ഈ നാട്ടിൽ എന്താവശ്യം വന്നാലും ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സഹായ ഹസ്തമായിട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് കലാകാരന്മാർ. കലാകാരന്മാർ മീൻസ് എല്ലാ കലാമേഖലയിലുള്ള ആൾക്കാർ. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മളെയാണ്. ഇപ്രാവശ്യത്തെ ഒരു എത്ര മണിക്കൂറാണ് നിങ്ങളുടെ ഷോന്റെ ഡ്യൂറേഷൻ? എത്ര മണിക്കൂറാണ്? 2 മണിക്കൂർ ഡ്യൂറേഷനാണ് വരുന്നത് അല്ലേ? അതിൽ ഈ പറഞ്ഞിരിക്കുന്ന കോമഡി സ്കിറ്റും അതുപോലെ തന്നെ മാജിക് ഉണ്ട്, ഡാൻസ് ഉണ്ട്. ശരി. അശ്വിനിപ്പം കലാഫീൽഡിൽ ഇപ്പൊ എത്ര മാജിക്കുമായി ബന്ധപ്പെട്ട് എത്ര വർഷം? 12 വർഷമായി. ഒരു ഓണക്കാലഘട്ടം മനസ്സിലേക്ക് ഓർക്കുമ്പോൾ എന്തൊക്കെയാണ് അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അങ്ങനെയൊന്നുമില്ല. പക്ഷേ മറക്കാൻ പറ്റാത്തൊരു സംഭവമുണ്ട്, റോയൽസുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമുണ്ട്. ആക്ച്വലി പ്രൊഫഷണൽ ഷോസ് ഞാൻ സ്റ്റേജ് ഷോസ്, മെഗാ ഷോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആദ്യമായിട്ട് ഒരു ടീമിന്റെ കൂടെ വരുന്നത്, നല്ലൊരു പ്രൊഫഷണൽ ടീമിൽ നിന്ന് നമ്മുടെ വിനോദേട്ടനെ, നമ്മുടെ നർമ്മകല എന്ന് വിളിച്ചിട്ടാണ് ഞാൻ റോയൽസിലേക്ക് വരുന്നത്. സോ 3 വർഷം മുൻപ് ഫസ്റ്റ് ഷോ, ഞാൻ മറക്കാത്ത ഷോ ആണല്ലോ ലൈഫിൽ. ഫസ്റ്റ് ഓണം ഷോയ്ക്ക് റിഹേഴ്സൽ എല്ലാം കഴിഞ്ഞ് ഗംഭീരമായിട്ട് സെറ്റായി
ഫസ്റ്റ് ഷോ നമ്മൾ ഒരു സ്ഥലത്ത് ഈ സ്ഥലം മറന്നു പോയിട്ടുണ്ട്. അവിടെ പെർഫോം ചെയ്തിട്ട് എല്ലാം റെഡിയായി സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഷോ ഫ്ലോപ്പ്. ആ പ്രോഗ്രാം നല്ല തടസ്സമുണ്ടാവുന്ന അല്ല വേറൊന്നുമല്ല, ഡാൻസേഴ്സ് അല്ല പ്രോഗ്രാംസ് ബാക്കിയുള്ള ടീംസ് എല്ലാം ഓക്കെയാണ്. പക്ഷേ മ്യൂസിക്കും സൗണ്ടിൻ്റെയും ചെറിയ ഇഷ്യൂസ് കാരണം ആ പ്രോഗ്രാം കറക്റ്റ് വർക്ക്ഔട്ട് ആവുന്നില്ല. കാരണം പ്രൊജക്ടർ വരുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നില്ല. ലൈഫിൽ ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് കണ്ണ് നിറഞ്ഞ ആ വേദിയായിരുന്നു എൻ്റെ ലൈഫിൽ. അപ്പോൾ അന്ന് ഞാൻ രാത്രി പരിപാടി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് മോശം അഭിപ്രായം പറഞ്ഞു. ഫസ്റ്റ് പരിപാടി ഈ റോയൽസിൻ്റെ ആദ്യത്തെ പരിപാടിയാണ്. ആ സമയത്ത് ഒരുപാട് പേരോട് നെഗറ്റീവ് കമൻറ്റ്സ് പറഞ്ഞു. ഞാൻ വിനോദേട്ടനെ വിളിച്ചു ചേട്ടാ ഞാൻ ഈ പരിപാടിക്കില്ല കാരണം ഭയങ്കര മോശമായിരുന്നു. പക്ഷേ അന്ന് വിനോദേട്ടൻ പറഞ്ഞ് അശ്വിനെ റെഡിയാവും, സെറ്റാവും. അടുത്ത പരിപാടിക്ക് തൊട്ടടുത്ത ദിവസം അടുത്ത പരിപാടിയുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് നമ്മൾ കണ്ടിന്യൂസ് ഒരു വർഷം അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് ആ ഒരു പരിപാടി ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ലൈഫിൽ തോൽവികൾ വരണം, അതിൽ നിന്നാണ് നമ്മൾ വിജയിച്ചാണ് റോയൽസ് എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ഈ ടീമിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, അവരുടെ കോമഡി തമാശ. അതുപോലെ തന്നെ നമ്മൾ ടി വി റിയാലിറ്റി ഷോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആൾക്കാരായിട്ട് നമ്മൾ നേരിട്ട് സംവദിക്കുന്നില്ല, അവരുടെ റിയാക്ഷൻസ് അറിയില്ല. സോ ഇതുപോലെ ടീമിൻ്റെ കൂടെ വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നമ്മൾ നേരിട്ടൊന്ന് കാണുന്നുണ്ട്, അവർ സംസാരിക്കുന്നുണ്ട്, അവരുടെ ഇഷ്ടം നമ്മളോട് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇത്രയും കാലത്തെ ഒരു ഓണ കാലഘട്ടത്തിൽ എപ്പോഴും വേദികളിലായിരിക്കും. കൂട്ടുകുടുംബമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിച്ച ഓർമ്മയുണ്ടോ? ഉണ്ട്, കൊറോണ സമയത്ത് മാത്രം. ഉണ്ട്. ബാക്കിയെല്ലാം പിന്നെ പ്രളയ സമയത്തും ബാക്കി എല്ലാ സമയവും വേദികളും ക്യാമ്പിലും പക്ഷെ അത് സന്തോഷമാണ്. അതെ തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം മിക്കവാറും നമുക്ക് കഴിയുന്നിടത്തോളം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. എപ്പോഴും ഈ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന സമയം വീട്ടിലെത്തും. മാക്സിമം വീട്ടിലെത്താൻ പിള്ളേരുടെ കൂടെ വൈഫിന്റെ കൂടെ വീട്ടിലൊക്കെ ഇരിക്കാൻ. അപ്പോൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ വിചാരിക്കും ഇത്രയും താരങ്ങളെ കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് ഒരു ശബ്ദാനുകരണോ അല്ലെങ്കിൽ മിമിക്രിയുമായി ബന്ധപ്പെട്ട സംഭവം ഒന്നും ചെയ്യിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷ്ണു റെഡിയായല്ലോ. ഇവിടെ അതിനാണ് വിഷ്ണുവിനെ നമ്മൾ റെഡിയാക്കി ഇരിക്കുന്നല്ലേ? വിഷ്ണു ഒന്ന് കാണുക നമ്മളെ പ്രേക്ഷകരൊക്കെ ഒന്ന്. മാമ്പുഴ പഴയ സംഭവം അല്ലേ? ഏതാണ്? അപ്പൊ ഒരു നാടൻ പാട്ട് പാടാൻ. നാടൻ പാട്ടോ? ഓക്കെ, അല്ലാതെ ഒരു പാട്ട് വേണമെങ്കിൽ ഒന്ന് മ്യൂസിക് കൊടുത്താൽ മതി. വാഗുണ്ട് ലാ 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 അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജന താഴ്വരയിൽ കനിമഞ്ഞു പൂക്കുമി നവരംഗസന്ധി അരികിൽ വാ മധുചന്ദ്രബിംബമേ അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജന താഴ്വരയിൽ. അടിപൊളി അടിപൊളി സൂപ്പർ. ഇത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ഇത് ഇവിടുന്ന് അഞ്ചനത്താഴ് വരെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. എടാ ശരിക്കും ഈ മിമിക്സ് ഗാനമേളയുടെ ഒക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ? ഒരുപാട് പേര് നിന്ന് അല്ലേ? ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് കണ്ടനാളത്തു നിന്നൊക്കെ വരുന്നത്. ഇനിയൊരു മിമിക്സ് ഗാനമേളക്ക് ഒരു ഓപ്ഷൻ ഉണ്ടോ വേദിയിൽ? ഒന്ന് മൈക്ക് കൊടുക്കാവോ? മിമിക്സ് ഗാനമേളക്ക് ഇനി ഒരു ഓപ്ഷൻ ഒരു വേദിയിലുണ്ടോ? ഓപ്ഷൻ ഉണ്ട്, പിന്നെ തീർച്ചയായിട്ടും. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ചില ആൾക്കാർ ഈ പഴമ വീണ്ടും തിരിച്ചെടുക്കാത്തത് എന്താണ്? നമ്മളിപ്പം പുതുമയിലൂടെ മാത്രം പോകുന്നു. ഓപ്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും പിന്നെ എന്തുകൊണ്ടാണ് നമുക്കൊരു പഴമ വീണ്ടും തിരിച്ചു വരാത്തത്? അത് ഈ സ്ട്രിങ് റിതം ഒക്കെ വായിക്കുന്ന എല്ലാവരെയും ഒരുപോലെ ഒത്തു കിട്ടാറില്ല. ഇപ്പോൾ പല ആൾക്കാരും ഗൾഫിലേക്ക് എത്തി. ഇപ്പൊ വരുന്ന ആരും അങ്ങനെ റിതം സ്ട്രിങ് അങ്ങനെ ഗ്യാപ്പ് മ്യൂസിക് അങ്ങനെ വായിക്കുന്ന ആരും ഇല്ല. അല്ല ഇപ്പൊ കലാകാരന്മാർക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവാനുള്ള ഒരുപാട് വേദികളുണ്ട്. അതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഇപ്പം അശ്വിൻ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിലാണെങ്കിലും മോശം രീതിയിലാണെങ്കിലും ഹിറ്റ് ആവാനുള്ള ഒരുപാട് വേദിയുണ്ട്. എല്ലാവർക്കും യൂട്യൂബ് ചാനലും ഉണ്ട്. എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു സ്കിറ്റിൽ നമ്മളെ ഉല്ലാസേട്ടൻ പറഞ്ഞതുപോലെ 2050 ആകുമ്പോൾ അല്ലേ യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ഒരാളെ പോലും നമുക്ക് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ കിട്ടത്തില്ല. അങ്ങനെ ആ രീതിയിലേക്ക് പോയി. പഴമ വീണ്ടും തിരിച്ചു വരണ്ടേ? ആസ്വാദനം മാറിപ്പോവോ? എല്ലാം മാറിപ്പോകുന്നില്ല. മിമിക്സ് ഗാനമേളയൊക്കെ ഇപ്പോഴും വന്നാലും പ്രേക്ഷകർ നല്ല രീതിയിൽ ആസ്വദിക്കും. പക്ഷെ ഇതാണ് സംഭവം. ഈ താങ്കളുടെ ഒരു റോൾ മോഡൽ ആരാണ് സ്റ്റേജിൽ? ശ്യാം തൃക്കുന്നപ്പുഴ. അല്ല സീരിയസ് വാങ്ങിച്ചിട്ടുണ്ടോ? പൈസ തരാനുണ്ട്. അത് നുണയാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു റോൾ മോഡൽ ആക്കാൻ പറ്റിയ ഒരു എലമെന്റ് അവനില്ല, അതറിയാം. ക്വാളിറ്റി എനിക്ക് ഉള്ള ആളല്ലേ? ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. സമ്മതിക്കില്ല അങ്ങനെ. പക്ഷെ നിന്റെ പേര് ഇപ്പോഴും എന്റെ ഫോട്ടോ വേണമെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു റോൾ മോഡൽ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. കുറേ ഈ പണ്ടൊക്കെ സ്റ്റേജിന്റെ ഫ്രണ്ടിലിരുന്ന് ഒരു മെഗാ ഷോ, പ്രത്യേകിച്ചും പണ്ടത്ത്
പേരിനോടൊപ്പം കലാഭവൻ എന്ന് പേര് ചേർക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ക്രെഡിറ്റ് ആയിരുന്നു. ഇപ്പോഴും ആണ്. പക്ഷെ പണ്ട് കലാഭവൻ എന്നുള്ളൊരു പേരിനോടൊപ്പം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു IPS അല്ലെങ്കിൽ IAS പോലുള്ള വലിയൊരു പദവി നമുക്ക് ലഭിക്കുന്നത് പോലെയാണ്. ഇന്ന് പലപ്പോഴും ട്രൂപ്പുകളുടെ ഒക്കെ പേരുകളിലൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ ആ കലാഭവന്റെ പവർ ഇപ്പോഴും ഇല്ലേ? ഉണ്ട് പിന്നെ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നിലനിൽക്കുന്നുണ്ട്. കലാഭവനിൽ പ്രവർത്തിക്കണം എന്നൊരു ആഗ്രഹം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോയില്ല. എന്തുകൊണ്ട്? അവരെടുക്കൂലല്ലോ. എപ്പോഴും എനിക്ക് തോന്നുന്നല്ല, ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു നെഗറ്റീവ് ഉള്ള ഒരാളാണോ താങ്കൾ? നെഗറ്റീവിന്റെ ഫാക്ടറിയാണ്. ആണോ? ഹോൾസെയിൽ. ഇപ്പൊ ഒരു മൊബൈൽ താഴെ കിടക്കും, നമ്മളത് എടുക്കും. ആ എടുക്കാൻ അടുത്ത സെക്കൻഡ് മുമ്പ് അവൻ പറയും അത് എടുക്കാൻ ഒക്കത്തില്ല എന്ന് പറയും. നമുക്ക് ഒരു തടസ്സവും ഇല്ല, നമ്മളെ പറഞ്ഞ് നെഗറ്റീവ് ആയി കളയും, നമ്മൾ എടുക്കത്തില്ല. അത്ര നെഗറ്റീവ്. അപ്പൊ സ്കിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഇരുത്താറില്ല? അടുപ്പിക്കത്തില്ലല്ലോ, അവിടെ മൂലൊക്കെ വരുന്നുള്ളൂ. അവിടെ ഇരുന്നോണ്ട് വിളിച്ചു, അയ്യോ ഇങ്ങൊരു കൗണ്ടർ ഉണ്ട് ഇടാവോ, അങ്ങനെ ഇരുന്നു. അല്ല ഇരുത്തിയാ പോയി. അല്ല എന്തിനാ നെഗറ്റീവ് എടുത്ത് നടക്കുന്നത്? ചുമ്മാ വെറുതെ ചുമ്മാ. നമ്മുടെ റൈറ്റർ വിഷ്ണുഗോപാലല്ലേ, നമ്മൾ നേരത്തെ വിഷ്ണുഗോപാൽ ഇട്ടിരിക്കുന്ന പേര് തന്നെ കുഴുത്തുരുമ്പെന്നാണ്. പക്ഷെ നിങ്ങളൊക്കെ നല്ല ആർട്ടിസ്റ്റുമാറാട്ടോ, ഗംഭീര ആർട്ടിസ്റ്റുമാറാ. കാരണം ഒരു സിനിമ പോലെ ഒരു കഥാപാത്രം കിട്ടുമ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ഫലിപ്പിക്കുന്നില്ലേ? അതാണ് ചിരിപ്പിക്കാനല്ലേ ഏറ്റവും വലിയ പാടെന്ന് പറയുന്നത്. കരയിപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല, ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടല്ലേ. ഈ ജഗതി സാറൊക്കെ ജീവിതത്തിൽ ഭയങ്കര സീരിയസ് ആണെന്നാ പറയാം. ഒരു തമാശ ഒന്നും പറയാറില്ല. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴും അങ്ങനെ ഭയങ്കര സീരിയസാണ്. പക്ഷെ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അത് ഒരു ദിവസം തന്നെ 2-3 സെറ്റിലൊക്കെ പോയിട്ട് ഇന്നലെ 2-3 സെറ്റിലൊക്കെ പോയിട്ട് ചെയ്യുന്ന ഒരാളാണ്. കഥാപാത്രങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു വേദിയിൽ ആൾക്കാരില്ലെങ്കിൽ ചിലപ്പോൾ 1-2 കഥാപാത്രം ചെയ്യേണ്ടി വരില്ല അല്ലേ? പോസിറ്റീവ് എപ്പോഴും നിർബന്ധമാണ്. ഒരു ഭക്തനാണ് താങ്കൾ പൂർണ്ണമായിട്ടും? ഭക്തനാണ്. പിന്നെ അയ്യോ ആ ചന്ദനം കണ്ടോണ്ടാണ് അത് ഞാൻ ബൈ ദ വൈ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മറന്നു. നമ്മളെ റോൾ മോഡൽ ഇതുവരെ പറഞ്ഞില്ല. ഉണ്ട്, അങ്ങനെ ഒരാളുണ്ട് എനിക്ക് സ്റ്റേജിലും. തിരുമലചന്ദ്രൻ എന്ന് പറഞ്ഞ ചന്ദ്രേട്ടനോ? ഓക്കെ. ഈ ചന്ദ്രേട്ടൻ ആണോ ശരിക്കും ഒരു സിനിമാറ്റിക് കോമഡി സ്റ്റൈൽ കൊണ്ടുവന്നത്? അതല്ലേ? ആ ഓക്കെ. അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്? ഇല്ല, പ്രവർത്തിച്ചില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്നെ സമിതിയിലേക്ക് ഷോൺസിലേക്ക് വിളിച്ചിട്ടുണ്ട്, പക്ഷേ പോകാൻ പറ്റിയിട്ടില്ല. അതല്ല, ഈ ചന്ദ്രേട്ടൻ പേരെടുത്തത് സ്റ്റേജിൽ തന്നെയാണ്? സ്റ്റേജിൽ ചെയ്ത് തന്നെയാണ്. ശരിക്കും തിരുമലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അറിയാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. അങ്ങനെ ഉത്സവപ്പറമ്പിലെ സിനിമാ താരം തന്നെയാണ് അദ്ദേഹം അല്ലേ? തീർച്ചയായിട്ടും. കൗണ്ടറുകളും പക്ഷേ ഒരു ഒതുക്കുണ്ട് പുള്ളിക്കാരൻ. എല്ലാം കറക്റ്റ് ആയിരിക്കണം, കറക്റ്റ് ടൈമിംഗ് ആയിരിക്കണം. ഒരു ചാനലിലോ ഒന്നും വരാതെ പറമ്പിൽ ചെന്ന് മോഹൻലാൽ ഇറങ്ങുന്നത് പോലെയാണ് പുള്ളി വന്നിറങ്ങുന്നത്. ഈ അദ്ദേഹം പെർഫോം ചെയ്യുമ്പോൾ ഒരു ഗ്രേസ് ഉണ്ടാകും, നമ്മൾ അങ്ങനെ പറയത്തില്ലേ? അത് കണ്ടിരിക്കാൻ ഒരു സുഖമാണ്. അതൊരു തമാശ ഇല്ലാത്തൊരു സ്കിറ്റ് ആണെങ്കിൽ പോലും അത് കണ്ടിരിക്കുന്ന ഒരു ഭയങ്കര ഗ്രേസ് ആണ്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. ഏതൊക്കെ താരങ്ങളുടെ കൂടെ വേദി പങ്കിട്ടിട്ടുണ്ട്? സിനിമാ താരങ്ങളുടെ കൂടെ എനിക്കൊരു ഭാഗ്യം കിട്ടിയത് നേരത്തെ പറഞ്ഞ ഉണ്ട്. പിന്നെ ലാലേട്ടൻ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ പെർഫോം ചെയ്യാൻ ബെഹറിനി വെച്ചൊരു അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ മമ്മൂക്കയുടെ ഒപ്പം ഈ നേരത്തെ പറഞ്ഞ ആ സെക്യൂരിറ്റി ക്യാരക്ടർ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം ഏതൊരു പടത്തിന്റെ പ്രൊമോഷൻ വന്നപ്പോൾ ആ ഒരു കഥാപാത്രം സിനിമയിലേക്ക് കയറി കഴിഞ്ഞാൽ ഹിറ്റായി മാറുമോ? ഏത് കഥാപാത്രം? ഈ പറഞ്ഞിരിക്കുന്ന സെക്യൂരിറ്റി മുസ്തഫ എന്ന് പറയുന്ന കഥാപാത്രം അത് എത്രത്തോളം എടുക്കുമെന്ന് അതിന് അതങ്ങനെ നിൽക്കുന്നതായിരിക്കും കുറച്ചും കൂടി. അറിയില്ല, ചിലപ്പോൾ അത് ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു റൈറ്റർ എങ്ങനെ സിനിമയിലൊക്കെ അവസരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഈ ഓഗസ്റ്റ് 15 നുണക്കുഴി എന്ന് പറഞ്ഞ സിനിമ ഇപ്പോ കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ. സമയം ഈ പ്രശ്നം ക്യാമ്പിലും കാര്യങ്ങളും ഒക്കെ ആയത്. അതെ, അപ്പൊ അപ്പൊ എന്നാലും നമ്മുടെ സുഹൃത്തുക്കളും പിന്നെ അല്ലാതെ കുറെ നല്ല റോളായിരുന്നു. ഒരു സീനാണ്, പക്ഷെ എന്നാലും അത് നല്ലതാണെന്ന്. അല്ല, ഈ ഒരു സീനാണെന്ന് അങ്ങനെ പറയല്ല, എന്നെ സംബന്ധിച്ചോളം അത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റിയില്ല. ജിത്തു ജോസഫ് സാറിന്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ. ഈ സ്വപ്നം എന്താണ്? ഒരു വലിയൊരു സ്വപ്നം എന്താണ്? സ്വപ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് തിരക്കുകളില്ലാത്ത, തിരക്കുകൾ വേണമെന്നില്ല, കിട്ടിയാൽ വേണ്ടെന്നും പറയുന്നില്ല, പക്ഷെ നമ്മളുണ്ടാവണം. നമ്മൾ മരിക്കുന്ന സമയം വരെ അല്ലെങ്കിൽ നമ്മളുള്ള സമയം വരെ സിനിമയിൽ കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ സിഗ്നേച്ചർ അല്ലേ? അതെ, പക്ഷെ നമുക്ക് സിനിമയിൽ ഒരു സ്റ്റാമ്പ് ഉണ്ടാവണം നമ്മൾ മരിക്കുക, അല്ലെങ്കിൽ പിന്നീട് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ മക്കളുടെ മക്കൾക്ക് മറ്റുള്ളവർക്ക് ഓർക്കുക ഈ സിനിമ വരുമ്പോൾ പേരിൽ മാത്രം ഒതുങ്ങിപ്പോയാൽ ശരിയാവോ? അങ്ങനെ ഇദ്ദേഹത്തിന്റെ മകനാണ്, ഇദ്ദേഹത്തിന്റെ മകളാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലും നമ്മൾ കണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്ത ഒരുപാട് കാര്യമാണ് കേട്ടോ. ഈ സാമ്പത്തികമായിട്ട് എപ്പോഴും ഒരു ഭദ്രത ഈ പറഞ്ഞിരിക്കുന്ന കംഫോർട്ട് സോണിലല്ലാത്ത ആൾക്കാരുടെ കയ്യിലുണ്ടാവില്ല, സാമ്പത്തിക ഭദ്രതയും ഉണ്ടാവില്ല. പക്ഷെ പേരെന്ന് പറയുന്നത്
ഭയങ്കരമായിട്ടുള്ള പേരായിരിക്കും. പേര് മാത്രം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും? ഒരിക്കലും നമ്മുടെ പേര് കൊണ്ട് അടുപ്പിൽ അരി വേഗത്തില്ല. നമ്മൾ ഇപ്പം ഈ പണ്ട് കുറച്ച് മുന്നേ ഒക്കെ ഉള്ള കലാകാരന്മാർ വരെ ഈ പറഞ്ഞ അവസ്ഥയിലുള്ളവരുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ളൊരു ജനറേഷനുള്ളവരും പിന്നെ നമ്മൾ ആ പഴയ ജനറേഷനിൽ നിന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്ന കുറച്ച് പേരുമൊക്കെ നമ്മൾ സാമ്പത്തികമായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോണവരാണ്. അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ മുൻധാരണയുണ്ട്. ഇനിയിപ്പം ഇതുപോലെ അത് ഏറ്റവും കൂടുതൽ വന്ന് ഈ പ്രളയത്തിന് ശേഷവും കൊറോണയ്ക്ക് ശേഷമാണ് നമ്മളങ്ങനെ സേവ് ചെയ്യണം, നമുക്കൊരു ഇത് വേണമെന്നൊക്കെ ചിന്തിക്കുന്നവരൊക്കെ തന്നെ ഒരു വീട് വേണം അല്ലേ, തീർച്ചയായും അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ തന്നെയാണ് വന്നത് അല്ലേ. ശരി, ഈ ചില ആർട്ടിസ്റ്റുമാർ ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ വേദിയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് ഒരുപാട് ചിരിപ്പിച്ച് എല്ലാ ആർട്ടിസ്റ്റുമാരുടെ ഒരു ആഗ്രഹമാണ് സിനിമ എന്ന് പറയുന്നത്. അത് ഉള്ളിൽ എന്തായാലും ഉണ്ടാവും, പുറത്ത് വേണ്ടാന്ന് പറഞ്ഞാലും ഉള്ളിലൊരു സിനിമ ആഗ്രഹങ്ങളുണ്ടാവും. സിനിമ എന്ന് പറയുന്ന മേഖലയിലേക്ക് കയറി പിന്നീട് സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തു, നല്ല രീതിയിൽ ഭൂമി ചെയ്ത് എല്ലാ ആൾക്കാരും ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടനായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം വീണ്ടും വേദിയിലേക്ക് സജീവമായിട്ട് കാണാത്തൊരവസ്ഥ കാണാറുണ്ട്. അത് ചിലപ്പോൾ അവർ തിരക്കുകൾ കൊണ്ടായിരിക്കാം. പക്ഷെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു, അതായത് ഇനി ഞാൻ സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വീണ്ടും പഴയ ആ ഒരു നാമധേയം അങ്ങനെ വന്നു ചേരുമോ, അങ്ങനെ ഒന്നും കൊണ്ടായിരിക്കും? ഇല്ല, അത് ചിലപ്പോൾ 10 സിനിമ കിട്ടിക്കഴിഞ്ഞാൽ താങ്കൾ വീണ്ടും സ്റ്റേജിലേക്ക് വരില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും നമ്മൾ ഇതെന്നും ഉണ്ടല്ലോ നമ്മുടെ കൂടെ. മറ്റേത് സിനിമയ്ക്ക് നമ്മളെ ആവശ്യമില്ല, നമുക്കാണ് സിനിമ ആവശ്യം. പക്ഷേ ഈ സ്റ്റേജ് ഡയലോഗ് അല്ല, അത് നമ്മൾ കടമെടുക്കാതെ. പക്ഷേ ഇത് നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ഒരാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഇടമാണ് സ്റ്റേജ്. നമുക്ക് ഒരിക്കലും സിനിമയിൽ ഒരാൾ നമ്മുടെ മാത്രം കഴിവുകൊണ്ട് നടക്കും. പക്ഷെ എനിക്ക് എൻ്റെ ഒരു സ്റ്റഫ് ഉണ്ടെങ്കിൽ എനിക്കൊരു 10 പേര് കൂടി ജംഗ്ഷൻ മതി, എനിക്കത് മതി. അപ്പോൾ ആ സ്റ്റേജ് എപ്പോഴും നമ്മുടെ കൂടെ ഉള്ള സാധനമാണ്. ആ ഒരു കലാദേവത നമ്മുടെ ഉണ്ടെങ്കിൽ ആ സ്റ്റേജിൽ നമ്മളെപ്പോഴും നമുക്ക് ഗുണമുണ്ടാകും. അതിനിപ്പം ഇനി ഏതൊക്കെ ഉയരങ്ങളിൽ പോയാലും നമുക്ക് സ്റ്റേജ് വിട്ടൊരു പരിപാടിയില്ല. ഞാൻ എൻ്റെ കാര്യമാണ്. ഓണത്തിൻ്റെ ഓർമ്മകൾ. ഓണത്തിൻ്റെ ഓർമ്മകൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമ്പിൽ നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങിയ ശേഷം കംപ്ലീറ്റ് ക്യാമ്പിൽ തന്നെ ഓണത്തിൻ്റെ അന്ന് ഏതെങ്കിലും ദൂരെ കട തുറന്ന് വീണ്ടും വീണ്ടും ചെറുപ്പമായിക്കൊണ്ടിരിക്കുന്നു. താങ്ക് യു. വെളിയിലോട്ട് ഇറക്കി നിർത്ത്. ഇപ്പോൾ ഒരു മഴ പെയ്ത് നോക്കട്ടെ. ഇത് തന്നെയാണ് നമ്മൾ മിക്കവാറും. അത് മുമ്പൊക്കെ അതിന് നമ്മൾ ഈ മിമിക്രിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഓണം കളർഫുൾ ആയിരുന്നു. ഇപ്പോഴും കളർഫുൾ എന്നല്ല, നമ്മൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കല്യാണത്തിന് ശേഷം പിന്നെ ഓണം ആഘോഷിച്ച് പറ്റുന്ന അവസ്ഥ എത്തി, കുഞ്ഞുമൊക്കെ ആയതിനു ശേഷം. അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ഓണം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നെത്തുന്ന പ്രോഗ്രാം കഴിഞ്ഞ് ചെന്നെത്തുന്ന ദിവസമാണ് നമുക്ക് ഓണം. പിന്നെ അതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓണത്തിന് വീട്ടിലുണ്ടാവാറില്ല. അച്ഛനും അമ്മയൊക്കെ ഓണം കൊണ്ടിട്ട് അവരവരുടെ സന്തോഷം. വീട്ടിലിപ്പോൾ ഞാൻ, വൈഫ്, മോള്, കൊച്ചുമോള്, മോൾക്ക് 3.5 വയസ്സേ ഉള്ളൂ. അവളിപ്പോ യാത്രയിൽ ശരിക്കും മോളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. മിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പിന്നെ ഇപ്പൊ ടെക്നോളജി അത് ഉപകാരമാണ് ഈ സോഷ്യൽ മീഡിയ. അല്ലേ? ഈ പൊഴിവിന് നമ്മളിപ്പം ചാനലിലെ വർക്കിന് പോയാലും നമ്മൾ കുറേ ദിവസം 8-10 ദിവസത്തോളം ഒന്നിച്ചുണ്ടാവില്ല, ഇവിടെയൊക്കെ ആയാലും ഉണ്ടാകും. അപ്പോൾ ഈ പൊഴിവിനെ സംബന്ധിച്ച് പെട്ടെന്ന് നമ്മൾ തോന്നേ ഒരു സെക്കൻഡ് ഗ്യാപ്പ് കിട്ടിയാൽ നമ്മൾ സ്കിറ്റിൻ്റെ റിഹേഴ്സൽ നിർത്തി സെക്കൻഡ് ഗ്യാപ്പ് കിട്ടി അപ്പം മൊബൈൽ എടുക്കും, മോക്ക് മെസ്സേജ് അയക്കും എപ്പോഴും. പിന്നെ വീഡിയോ കോൾ ചെയ്യും സദാസമയം. അങ്ങനെയാണ് നമ്മൾ കണ്ട നല്ലൊരു ക്വാളിറ്റിയാണ് ഉണ്ടാകുന്നത്. അല്ലേ? അല്ല, നല്ല ക്വാളിറ്റിയാണ്, പോസിറ്റീവാണ്. വീട്ടുകാരുടെ ബന്ധം എപ്പോഴും നിലനിൽക്കും, കണക്ട് ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ്. വിഷ്ണു പറ, ഓണത്തിന്റെ ഓർമ്മകൾ എന്തൊക്കെയാണ്, വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അത് പറ. സ്റ്റേഷനിൽ കയറിയ ഓർമ്മയുണ്ടല്ലോ വിഷ്ണു. മാവേലി കെട്ടിയോ അതിന്റെ ഇടക്ക്? അല്ലല്ല, ഒരു വർഷം നമ്മൾ ഇതുപോലെ ഫൈനൽ കളിച്ചിട്ട്, ഉത്രാടത്തിന് അന്ന് ഫൈനൽ കളിച്ചിട്ട് പോകുന്നു. നല്ലതൊന്നും പറയില്ലേ, അതെല്ലാം പറയിപ്പിച്ചു. അപ്പോൾ അവസാനം അന്ന് തിരുവോണത്തിൻ്റെ അന്നാണ്. അപ്പോൾ നമ്മളവിടെ നാട്ടിലൊരു പ്രശ്നം നടന്നത്. അപ്പോൾ അതിൽ എൻ്റെ കൂടെ 12 മണിക്കൊക്കെ നിൽക്കുന്ന പയ്യന്മാരാണ് അതിൽ പെട്ടുപോയത്. അപ്പം ഞാനും അതിനകത്ത് എൻ്റെ പേരിലാണ് അത് കേസ് പോയത്. വന്നപ്പോഴത്തെ അത് അവിടെ ചെന്നപ്പോഴത്തെ SIക്ക് മനസ്സിലായി. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു ഇച്ചിരി സ്ട്രേഞ്ചർ ആൾക്കാരായിരുന്നു. അങ്ങനെ ഞങ്ങളെയും കുറച്ചു നേരം അവിടെ നിർത്തി. ഒന്ന് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് ഫെസ്റ്റ് നടക്കുക. അത് 2ാമത്തെ കളിയാ. അന്ന് ഞാൻ ചെന്നതുമില്ല, പരിപാടിക്കാൻ ചെന്നില്ല. എനിക്ക് വരെ അന്ന് ആരും കൊണ്ടുവന്നിരുന്നോ സെറ്റ് വർക്കാരെ കൊണ്ടുവരുന്നതോടും അല്ല, അത് വേറെ കാര്യമുണ്ട്. സെറ്റ് വർക്കാരനെ കിട്ടും. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ ആദ്യമായിട്ട് അത് കഴിഞ്ഞേച്ച് ആ വർഷമാണ് ഞാൻ സമിതി പ്രൊഡ്യൂസ് ചെയ്ത വർഷമായിരുന്നു. ആ വർഷം തന്നെയാണ് എനിക്ക് നല്ല സാമ്പത്തികമായിട്ടൊക്കെ സെറ്റ്. അല്ലല്ല, പണി ചെയ്ത അതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് 12 പണിയൊക്കെ ചെയ്ത് പൈസ വേറെ ശീലങ്ങളൊന്നും ഇല്ല ആ സമയത്ത്. അപ്പോൾ ഈ പണിക്കൊക്കെ വേണ്ടി ഉണ്ടാക്കി വെച്ച പൈസ വിക്രയോടുള്ള ഒരു ആഗ്രഹം കൊണ്ടും പിന്നെ അന്നൊരു സമിതി നിന്നു പോകുന്നൊരു അവസ്ഥ വന്നപ്പോൾ
ഞാനത് എന്റെ എന്തോ ഒരു രീതിയിൽ അങ്ങ് പറഞ്ഞു. ഇപ്പം സുമിത് പറഞ്ഞു നോക്ക്, ഈ മൈക്ക് പോരാ, വേറെ മൈക്ക് വേണം. ഇപ്പൊ പൈസ എടുത്ത് തരുമല്ലോ. ആ, ഈ അമ്പലത്തിന് ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ട് കയറി കേൾക്കും. അതെ, അങ്ങനെ ഏറ്റതാണ് ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ ഇഷ്ടം പോലെ. അല്ല, ഈ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ലക്ഷങ്ങൾ വേണല്ലോ. അല്ല, പക്ഷെ അപ്പൊ തിരിച്ച് കിട്ടിയോ? അതിലല്ലേ കിട്ടിയിട്ടില്ല. അതിന്റെ കാര്യം ആ വർഷമാണ്. എങ്ങനെ കിട്ടും? അല്ല, ആ വർഷമാണ് കോവിഡ് വന്നത്. ഞാനില്ല, ഞാൻ മാറിയ വർഷം. അല്ലല്ല, ആ വർഷമാണ് കോവിഡ് വന്നത്. കോവിഡ് വന്ന വർഷം. അയ്യോ, എന്നിട്ട് അപ്പൊ നമുക്ക് സീസൺ പകുതി ആയപ്പോഴത്തേക്ക് നിർത്തി. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ആ ക്ഷീണം മാറിയിട്ടില്ല. അതിപ്പോഴും ആ കട അവിടെ തന്നെ കിടക്കുന്നുണ്ട്. കട അവിടെ കിടക്കുകയാണ്. പിന്നെ ഞാൻ സത്യം പറഞ്ഞ പരിപാടിക്കൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇരുന്നാണ്. പിന്നെ ഈ വർഷമാണ് ശ്യാമണ്ണൊക്കെ പറഞ്ഞു ഇങ്ങനെ നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി നിൽക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവനുള്ള കാലം വരെ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇല്ല, ഇനി അത് നിർത്തി. ആ പരിപാടി നിർത്തി. അടിപൊളി. അണ്ണാ, ഓണത്തിന്റെ വിശേഷം ഇതൊക്കെ തന്നെ. കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് മാവേലി കിട്ടിയിട്ടുണ്ടോ? മാവേലിയുടെ ഇത് കിട്ടിയിട്ടുണ്ട്. മാവേലി കിട്ടിയിട്ടില്ല. കേട്ടിട്ടില്ല. ഇപ്പോഴാ വയറൊക്കെ ഇത്രയെങ്കിലും ആയതാ. വീട്ടിലൊക്കെ ആയിട്ട് വീട്ടില് ഓണം ആഘോഷമൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ? നമ്മളിപ്പോ ഇവിടെ ഞാൻ ഇന്ന കഥാപാത്രം മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരല്ല. വേണ്ടി വന്നാൽ നമുക്ക് വേണമെങ്കിൽ പന്തലിന്റെ ജോലി വേണമെങ്കിൽ ചെയ്യും. കറക്റ്റം വരെ നമ്മൾ കിട്ടും. എന്നാലേ ഒരു ടീമിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. ഈ സൗണ്ടുമായി ബന്ധപ്പെട്ട് എത്ര പേര് പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങളുടെ ഇതിൽ? നമ്മുടെ സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് സൗണ്ട് എഞ്ചിനീയർ നിയാസ് ആണ്, പത്തനാപുരത്തുള്ള ഒരാളാണ്. ശരി. പിന്നെ ലൈറ്റിന് ഒരാളാണ്. പിന്നെ അതിന്റെ ഹെൽപ്പേഴ്സ് ഉണ്ട്, 2 പേരുണ്ട്. അതായത് നമ്മളൊക്കെ ഈ പരിപാടി നടക്കുന്ന സ്ഥലത്ത് വരുന്നതിന് മുമ്പേ വന്ന് സൗണ്ട് എല്ലാം തയ്യാറാക്കുന്നത്. നമ്മളൊക്കെ തിരിച്ചു പോയതിന് ശേഷം വീട്ടിലെത്തുന്ന ചില ആൾക്കാർ. പക്ഷെ എപ്പോഴെങ്കിലും പരിപാടി നല്ലതാണെങ്കിൽ ക്രെഡിറ്റ് മൊത്തം കലാകാരന്മാർക്കും, പരിപാടി മോശമാണെങ്കിൽ സൗണ്ടിനെയും പറയും. ഓ, അളി അവന്റെ സൈഡ്. അങ്ങനെ പൊതുവെ പറയാറില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മളെ സംബന്ധിച്ച് അതങ്ങനെ പറയാൻ അവകാശം നമുക്കില്ല. നമ്മുടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ടീം വർക്ക്. ഒരു സ്കിറ്റ് കളിക്കുന്ന ആളായാലും, അതുപോലെ കർട്ടൻ വലിക്കുന്ന ആളായാലും, അല്ലെന്നുണ്ടെങ്കിൽ തന്നെ ലൈറ്റ് ചെയ്യുന്ന ആളായാലും, സൗണ്ട് ചെയ്യുന്ന ആളായാലും എല്ലാം കൂടെ ഒത്തൊരുമിച്ച് ഒരു മനസ്സോടെ പോയാൽ മാത്രമേ ഷോ വിജയിക്കൂ. നമ്മൾ ഈ പറയുന്ന മൈക്കിൽ കൂടെ പറയുന്നത് പുറത്ത് കേൾക്കണമെങ്കിൽ, ഭംഗിയായിട്ട് കേൾക്കണമെങ്കിൽ ശബ്ദമൊക്കെ അനുകരിക്കാറുണ്ടല്ലോ. ഞാൻ എന്നെ നിർത്തിച്ചതാ, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വിലക്ക് നിർത്തിയേക്കുവാ. ഇനി ഇവനെ ഞാൻ മാത്രമല്ലേ, ഒരു പാട്ട് പാടുവോ? ഡാൻസ് ആണെങ്കിൽ ഇപ്പൊ ഇവനൊന്ന് പെർഫോം ചെയ്ത് തകർത്തേനെ അല്ലേ? പക്ഷേ ഞാൻ ഇപ്പൊ ഇവന്റെ കേസ് പറഞ്ഞപ്പോഴേ, നമ്മള് ഒക്കെ നമ്മുടെ ഒരു ജനറേഷൻ, ഒരു നമ്മുടെയൊക്കെ ചെറുതിൽ ഉണ്ടായിരുന്ന ഒരു ഓണാഘോഷം പരിപാടി ഉണ്ടല്ലോ. മീൻസ് ഇതുപോലൊരു പറമ്പില് വടംവലി മറ്റേത് ആ ഒരു ബഹളം ഉണ്ടല്ലോ, അതൊന്നും അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. പണ്ട് നമ്മൾ പറയും കോളാമ്പി സിസ്റ്റം, കോളാമ്പി ക്ഷേത്രത്തിലേക്ക് അതിൽ പ്രോഗ്രാം നടന്നൊരു കാലം ഉണ്ടായിരുന്നു, ഓണാഘോഷ പരിപാടികളൊക്കെ. അതൊന്നും ആസ്വദിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയില്ല. പക്ഷെ എന്തായാലും ഇത് നന്നായിട്ട് ആസ്വദിക്കുന്നില്ലേ അല്ലേ? ഓക്കെ, എന്തായാലും എല്ലാവിധ ആശംസകളും. പക്ഷെ വേറെന്താണെന്നറിയോ, ഈ പ്രായത്തിൽ നമ്മളൊക്കെ വലിയ വലിയ താരങ്ങളുടെയൊക്കെ അന്ന് ദൂരദർശനായിരുന്നു. അന്ന് ഈ റിയാലിറ്റി ഒന്നുമില്ലല്ലോ. മിമിക്രി എന്ന് പറഞ്ഞ സംഭവം എന്താണെന്നുള്ളത് വെറും സ്റ്റേജിന് മാത്രമായിരുന്നു. ആന്റിനെ തിരിച്ചിട്ട് നമ്മള് TV ക്ലാരിറ്റിയിലൂടെ സിനിമ കണ്ട ഒരു തൊട്ടടുത്ത വീട്ടിൽ സ്വാഭിമാൻ എന്ന് പറഞ്ഞത്, പിന്നെ എന്താണ് ജയ് ഹനുമാൻ, ഓം നമഃ ശിവായ, ഇതൊക്കെ ആന്റിനെ തിരിച്ച് കണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ഈ എന്താ പറയാ, ഈ ഒരു ന്യൂജൻ എന്ന് പറയുന്നത് വലിയ വലിയ താരങ്ങളുടെ കൂടെ വേദി പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ കാര്യമല്ലേ? അല്ല, അവൻ്റെതായ സ്പേസ് ഉണ്ട്, നമുക്ക് അന്നില്ലായിരുന്നത്. നമുക്ക് ഈ പ്രായത്തിൽ നമ്മുടേതായ സ്പേസ് ഇല്ല. അതെ, ശരിയാണ്. ഇപ്പൊ അവനെ മാത്രം നോട്ട് ചെയ്യുന്നൊരു സ്പേസ് അവനുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഒരുപാട് ചാനലുകളുണ്ട്, ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. ഒരു സ്കിറ്റ് ഉണ്ടാക്കുക, ആ സ്കിറ്റ് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുക. ഒരു കട്ടിങ്ങോ എഡിറ്റിങ്ങോ ഒന്നുമില്ലാതെ ലൈവായിട്ടാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വരുന്നത്. നിങ്ങളുടെ ഒരു കയ്യടി, അതാണ് ഒരു വിജയം എന്ന് പറയുന്നത്. കിട്ടുന്ന സാമ്പത്തികത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ പവർ എന്ന് പറയുന്നത് മുന്നിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന 10,000-കണക്കിന് ജനങ്ങളുടെ ഒരു കയ്യടിയാണ്. ആ ഒരു കയ്യടി നേടുവാൻ വേണ്ടിയിട്ടാണ് റോയൽ എന്ന് പറയുന്ന ഈ ഒരു ടീം. ഇതിൻ്റെ പിറകിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇവർ മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. ഡാൻസ് ടീം എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അല്ലേ? ശരി. ഇനിയിപ്പോൾ ഉള്ളൊരു ഫൈനൽ റിഹേഴ്സൽ എന്ന് പറയുന്നത് 2 ദിവസത്തെ നിങ്ങളുടെ ഒരു ക്യാമ്പാണ്. അതിനുശേഷം നേരെ പോകുന്നത് സ്റ്റേജിലേക്കാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ്. എന്തായാലും പരിചയപ്പെടാൻ പറ്റിയതിൽ കാരണം ഞങ്ങളൊക്കെ രസികരാജ നമ്പർ 1 തൊട്ട് വോഡാഫോൺ കോമഡി സ്റ്റാർ ഇതിലൂടെയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട താരങ്ങളൊക്കെ നേരിട്ട് കാണാൻ പറ്റിയ വലിയൊരു ഭാഗ്യം. പ്രത്യേകിച്ചും ഷക്കീല ചേച്ചിയെ കൈകൊണ്ട് തൊട്ട ചേച്ചിയാണ്. എൻ്റെ കൈ വെട്ടിക്കൊണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ. നിങ്ങളുടെ ഒരു പവർ ഭയങ്കരമാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഇപ്രാവശ്യം ഒരു ടാർഗറ്റ് എത്ര വേദിയാണ്? നമ്മൾ ഒരു 100 ഇപ്പം പണ്ടത്തെ സാഹചര്യം പോലല്ല. ഇപ്പം നമുക്ക് 100 സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ പാടാണ്. ഡയറക്ഷൻ എടുത്ത് പറയണം സതീഷ് ഏട്ടൻ.
തീർച്ചയായിട്ടും വെട്ടിക്കവല നമുക്ക് വന്നോണ്ടിരിക്കുന്ന ആള് ഗംഭീര അല്ലെ, എത്രയോ വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആളാണ്. ഡയറക്ഷൻ ഒക്കെ ഗംഭീരാണ് അല്ലേ, പിന്നെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. വിനോദ് എല്ലാം കൊണ്ടും സൂപ്പർ. അപ്പോൾ വൻ ഹിറ്റായി മാറട്ടെ. 100 ഒരു 150 വേദി കിട്ടട്ടെ, അതാണ് നമ്മുടെ ആഗ്രഹം. നന്നായിട്ട് കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മളെയൊക്കെ ചാനലിലൂടെയും മറ്റ് മുൻ വർഷങ്ങളിൽ സ്റ്റേജിലൂടെയും ഒക്കെ കണ്ടിട്ടുള്ള പ്രേക്ഷകരാണ്. നിങ്ങളെയൊക്കെ പ്രോത്സാഹനവും പ്രാർത്ഥനയൊക്കെ തന്നെയാണ് ഈ ഇരിക്കാൻ ഇതുവരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാമായിട്ട് ട്രിവാൻഡ്രം റോയൽസിൻ്റെ ജോക്ക് ടാലൻറ്റ് ജംഗ്ഷനുമായിട്ട് ഈ വർഷം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നപ്പോൾ ഇരു കൈകളും നീട്ടി മനസ്സ് നിറഞ്ഞ് സ്വീകരിക്കുക. നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള ഒരുപാട് വകകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചിരിക്കാൻ മാത്രം വന്നാൽ മതി, ചിരിക്കാൻ റെഡി ചെയ്യാൻ വേണ്ടി വന്നാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ പൊഴിയൂരിൻ്റെ ഫീമെയിൽ കാണാം, അങ്ങനെ ഒരുപാട് വകുപ്പ് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുക തിരുവനന്തപുരം റോയൽസിനെ. അതിലെല്ലാ കലാകാരന്മാരെയും നിറഞ്ഞ് സ്വീകരിക്കുക. താങ്കളുടെ നുണക്കുഴി തെളിഞ്ഞു വരട്ടെ. തീർച്ചയായിട്ടും താങ്ക് യു, ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു പൊന്നോണ മഹോത്സവം മീഡിയ പ്ലസ് ചാനലിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി റോയൽസ് തിരുവനന്തപുരത്തിലെ പ്രിയപ്പെട്ട താരങ്ങളെയാണ് പരിചയപ്പെട്ടത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്. ഒരു ഹാപ്പി ഓണം. ഹാപ്പി ഓണം.